അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാഹ് അല്ലദീ അൻഅമ അലൈനാ വഹദാനാ ഇലാ ദീനിൽ ഇസ്ലാം. അസ്സലാത്തു വസ്സലാമു അലാ അഫ്ദലിൽ മുർസലീൻ മുഹമ്മദിൻ വ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു വ അഷ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വ റസൂലുഹു. അമ്മാ ബഅദ്. ഇസ്ലാം, ഈമാൻ, തഖ്വ, ഇഹ്സാൻ, 4 പ്രയോഗങ്ങളും പരസ്പരം ബന്ധമുള്ളതും ഒന്നിൽ നിന്ന് വേർപെടുത്തുവാൻ സാധ്യമല്ലാത്തതുമായ ആശയങ്ങൾ ഉൾക്കൊള്ളുന്നതാണ്. ഇസ്ലാം എന്ന വാക്ക് അസ്സിൽമ് എന്ന വാക്കിൽ നിന്നും ഉണ്ടായിട്ടുള്ളതാണ്. അതിൻ്റെ അർത്ഥം സുരക്ഷിതത്വം, ബാഹ്യവും ആന്തരികവുമായ എല്ലാ വിപത്തിൽ നിന്നുമുള്ള മോചനം, സമാധാനം, വിശ്വസ്തത, അനുസരണം, കീഴ്വണക്കം എന്നിങ്ങനെയാണ് ഭാഷാപരമായി അതിൻ്റെ അർത്ഥങ്ങൾ. ഖുർആൻ ഈ അർത്ഥത്തിലും ഇതല്ലാത്ത മറ്റ് വിവിധ അർത്ഥങ്ങളിലുമൊക്കെ ഇസ്ലാം എന്ന വാക്ക് പ്രയോഗിച്ചതായിട്ട് കാണാൻ സാധിക്കും. ഷിർക്ക്, ബഹുദൈവത്വം എന്ന വാക്കിൻ്റെ വിപരീതമായി ഇസ്ലാം എന്ന വാക്ക് ഖുർആൻ സൂറത്തുൽ അൻആം 14-ാമത്തെ ആയത്തിൽ ഉപയോഗിച്ചിരിക്കുന്നു. ഖുൽ അഗൈറല്ലാഹി അത്തഖിദു വലിയ്യ ഫാത്തിരിസ് സമാവാതി വൽ അർദ് വഹുവ യുത്ഇമു വലാ യുത്അം ഖുൽ ഇന്നി ഉമിർതു അൻ അകൂന അവ്വല മൻ അസ്ലമ വലാ തകൂനന്ന മിനൽ മുശ്രിക്കീൻ. ചോദിക്കുക, അല്ലാഹു അല്ലാത്ത ഒരു വലിയനെ ഞാൻ സ്വീകരിക്കണമെന്നോ? ആകാശങ്ങളെയും ഭൂമിയെയും സൃഷ്ടിച്ചതവനാണ്. അവനാണ് ആഹാരം നൽകുന്നത്. അവന് ആരാലും ആഹാരം നൽകപ്പെടുന്നില്ല. അല്ലാഹുവിന് സർവാത്മന അനുസരണമർപ്പിക്കുന്നവനാകുവാൻ, ഒന്നാമതായി അനുസരണമർപ്പിക്കുന്നവനാകുവാൻ ഞാൻ കൽപ്പിക്കപ്പെട്ടിരിക്കുന്നു. ഒരിക്കലും ബഹുദൈവത്വം അംഗീകരിച്ചവരുടെ കൂട്ടത്തിൽ നീ ഉൾപ്പെടരുത് എന്നും കൽപ്പിക്കപ്പെട്ടിരിക്കുന്നു. ഇവിടെ ഷിർക്കിൻ്റെ വിപരീതമായാണ് ഇസ്ലാം എന്ന വാക്ക് ഖുർആൻ പ്രയോഗിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഷിർക്കുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളിൽ നിന്നുമുള്ള സുരക്ഷ, മോചനം സ്വാഭാവികമായും ഇസ്ലാം എന്നതിൻ്റെ അർത്ഥത്തിൽ വരുന്നു എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. അതേപോലെ തന്നെ കുഫർ, സത്യനിഷേധം എന്ന വാക്കിൻ്റെ വിപരീതമായും ഖുർആൻ ഇസ്ലാം എന്ന വാക്ക് പ്രയോഗിച്ചതായി കാണാൻ സാധിക്കും. വലാ യഉമുറുക്കും അൻ തത്തഖിദുൽ മലായികത വൻ നബിയ്യീന അർബാബ അയഉമുറുക്കും ബിൽ കുഫ്രി ബഅദ ഇദ് അൻതും മുസ്ലിമൂൻ. ആൽ ഇംറാൻ 80. മലക്കുകളെയും പ്രവാചകന്മാരെയും റബ്ബുകളാക്കാൻ അവൻ നിങ്ങളോട് കൽപ്പിക്കുകയില്ല. നിങ്ങൾ അള്ളാഹുവിന് സർവാത്മന സമർപ്പിതരായ ശേഷം, മുസ്ലിങ്ങളായ ശേഷം, ഇസ്ലാം അംഗീകരിച്ച ശേഷം കുഫർ അംഗീകരിക്കണമെന്ന് നിങ്ങളോട് കൽപ്പിക്കുകയോ അതൊരിക്കലും സംഭവിക്കുകയില്ല എന്നാണ് ഇവിടെ വിവരിച്ചിരിക്കുന്നത്. ഇവിടെ കുഫർ, സത്യനിഷേധം എന്നതിൻ്റെ വിപരീത അർത്ഥത്തിലാണ് ഇസ്ലാം, മുസ്ലിം എന്ന വാക്ക് അള്ളാഹു പ്രയോഗിച്ചിരിക്കുന്നത് എന്നതിൽ നിന്ന് കുഫർ എന്ന തലത്തിൽ വരുന്ന എന്തെല്ലാം കാര്യങ്ങളുണ്ടോ ആ മുഴുവൻ കാര്യങ്ങളിൽ നിന്നുമുള്ള മോചനമാണ്, രക്ഷയാണ് ഇസ്ലാം എന്ന് പറയുമ്പോൾ ഖുർആൻ ഉദ്ദേശിക്കുന്നത് എന്ന് നാം മനസ്സിലാക്കിയിരിക്കേണ്ടതുണ്ട്.
അതേപോലെ ആത്മാർത്ഥത, നിഷ്കളങ്കത എന്ന അർത്ഥത്തിലും വിശുദ്ധ ഖുർആൻ ഇസ്ലാം എന്ന വാക്ക് ഉപയോഗിച്ചിരിക്കുന്നു. ഫമൻ അഹ്സനു ദീനം മിമ്മൻ അസ്ലമ വജ്ഹഹു ലില്ലാഹി വഹുവ മുഹ്സിൻ. അൻ-നിസാ 125 ആയത്തിൽ അള്ളാഹു പറയുന്നു, ജീവിത രീതിയിൽ ഏറ്റവും നല്ല ജീവിത രീതി അംഗീകരിച്ചവൻ ആരാണ്? തൻ്റെ സർവസ്വം അള്ളാഹുവിന് നിഷ്കളങ്കമായി സമർപ്പിച്ചവനേക്കാൾ അവനാവട്ടെ പൂർണ്ണമായും സുഹൃതവാനായിക്കൊണ്ട് ജീവിക്കുകയും ചെയ്യുന്നു എന്ന പ്രയോഗത്തിൽ അള്ളാഹുവിന് എല്ലാ കാര്യങ്ങളും നിഷ്കളങ്കമായി അർപ്പിക്കുക എന്ന ഇഖ്ലാസ് എന്ന അർത്ഥത്തിലാണ് ഇവിടെ ഇസ്ലാം എന്ന വാക്ക് പ്രയോഗിച്ചിരിക്കുന്നത്. അതേപോലെ അള്ളാഹുവിൻ്റെ മുമ്പിൽ പൂർണ്ണമായ വിധേയത്വം പ്രകടിപ്പിക്കുക, അള്ളാഹുവിന് പൂർണ്ണമായി കീഴ്പ്പെടുക എന്ന അർത്ഥത്തിലും ഇസ്ലാം എന്ന വാക്ക് വിശുദ്ധ ഖുർആൻ പ്രയോഗിച്ചിരിക്കുന്നു. വ അനീബു ഇലാ റബ്ബിക്കും തുമ്മാ അസ്ലിമൂ ലഹു. അസ്-സുമർ 54 ആയത്തിൽ ഈ പ്രയോഗം കാണാവുന്നതാണ്. ഇനിയും ഒരുപാട് അർത്ഥതലങ്ങൾ വിശുദ്ധ ഖുർആൻ പരിശോധിച്ചാൽ ഇസ്ലാം എന്ന വാക്കിന് ഉണ്ട് എന്ന് കണ്ടെത്താൻ സാധിക്കും. ഈ എല്ലാ അർത്ഥങ്ങളും ഉൾക്കൊള്ളുന്ന ഒരാശയമാണ് ഇസ്ലാം എന്ന മൊത്തത്തിൽ നാം മനസ്സിലാക്കിയിരിക്കേണ്ടത്. മറ്റൊരു കാര്യം, വിശുദ്ധ ഖുർആൻ നമ്മൾ പറയുന്ന സാധാരണ ശൈലിയിലുള്ള മുഅ്മിൻ, കാഫിർ എന്ന വ്യത്യാസമില്ലാതെയും ഇസ്ലാം എന്ന പദം എന്ന വാക്ക് രണ്ട് വിഭാഗത്തിനും ബാധകമാകുന്ന സ്വഭാവത്തിലും ഒരിടത്ത് ഉപയോഗിച്ചതായിട്ട് കാണാൻ സാധിക്കും. അഫ ഗൈറല്ലാഹി യബ്ഗൂൻ വലഹു അസ്ലമ മൻ ഫിസ് സമാവാതി വൽ അർദ് തൗഅൻ വ കർഹ വ ഇലൈഹി യുർജഊൻ. ആൽ ഇംറാൻ 83 ആയത്തിൽ അള്ളാഹു ഈ കാര്യം പരാമർശിച്ചതായിട്ട് കാണാൻ സാധിക്കും. അതായത് ഈ പ്രപഞ്ചത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ഉണ്ടാക്കി വെച്ചിരിക്കുന്ന പ്രാപഞ്ചിക നിയമത്തിന് വിധേയമായിക്കൊണ്ടല്ലാതെ, അതിന് കീഴ്പ്പെട്ടുകൊണ്ടല്ലാതെ, അതനുസരിച്ചു കൊണ്ടല്ലാതെ ഇവിടെ ഒരു മനുഷ്യനും എന്നല്ല ഒരു സൃഷ്ടിക്ക് മുമ്പോട്ട് പോകുവാൻ സാധ്യമല്ല എന്ന അർത്ഥത്തിലാണ് ഇവിടെ ഇസ്ലാം എന്ന വാക്ക് അള്ളാഹു പ്രയോഗിച്ചിരിക്കുന്നത്. അതിൽ മുഅ്മിനും മുഅ്മിൻ അല്ലാത്തവനുമായ എല്ലാ വിഭാഗം ആളുകളും ഉൾക്കൊള്ളുന്നു എന്നതും മനസ്സിലാക്കിയിരിക്കേണ്ടതുണ്ട്. ആ പറഞ്ഞ അർത്ഥത്തിൽ പ്രകൃതിപരമായ നിയമത്തിന് മുഅ്മിനെന്നോ കാഫിറെന്നോ വ്യത്യാസമില്ലാതെ അനുസരിക്കുവാൻ എല്ലാവരും ബാധ്യസ്ഥരാണ്. ഒരാൾക്കും ആ നിയമ പരിധിയിൽ നിന്ന് മോചനം നേടുവാൻ, രക്ഷപ്പെട്ട് പുറത്തു പോകുവാൻ, അങ്ങനെ ജീവിതവുമായി മുന്നോട്ട് പോകുവാൻ സാധ്യമാവുകയില്ല എന്നതാണ് അതിൽ നിന്ന് മനസ്സിലാക്കപ്പെടുന്ന അർത്ഥം. എന്നാൽ സാങ്കേതികമായി ഇസ്ലാമിക ശൈലിയിലും രീതിയിലും ഇസ്ലാം എന്ന ഈ പ്രയോഗത്തിന് മറ്റൊരു വിവക്ഷ കൂടിയുണ്ട്, അർത്ഥം കൂടിയുണ്ട്. അതാണ് നാം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടുന്ന അർത്ഥതലം എന്നും ഈ സന്ദർഭത്തിൽ ഓർത്തിരിക്കേണ്ടതാണ്. അതായത് നേരത്തെ പറഞ്ഞ പ്രകൃതിപരമായ നിയമങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിലും ഇഷ്ടമില്ലെങ്കിലും അനുസരിക്കുവാനും വിധേയമാകുവാനും എല്ലാവരും കടപ്പെട്ടവരാണ്. ഒരാൾക്കും അതിൽ നിന്ന് പുറത്തു കടക്കുവാൻ സാധ്യമല്ല. അതേ സന്ദർഭത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല വ്യത്യസ്ത കാലങ്ങളിൽ, വ്യത്യസ്ത ജനവിഭാഗങ്ങളിൽ, വ്യത്യസ്ത പ്രവാചകന്മാരിലൂടെ അള്ളാഹു മനുഷ്യന് സ്വാതന്ത്ര്യം നൽകിയ മേഖലയിൽ അള്ളാഹുവിനെ അംഗീകരിച്ചുകൊണ്ടും അള്ളാഹുവിൻ്റെ കൽപ്പനകൾ സ്വീകരിച്ചുകൊണ്ടും അള്ളാഹുവിന് പൂർണ്ണമായ വിധേയത്വം സമർപ്പിച്ചുകൊണ്ടും എല്ലാ കാര്യങ്ങളിലും അള്ളാഹുവിൻ്റെ മാത്രം പ്രീതി ലക്ഷ്യമാക്കിക്കൊണ്ടും വേണമെങ്കിൽ മനുഷ്യർക്ക് ജീവിക്കാം. അങ്ങനെയല്ല തൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് അല്ലെങ്കിൽ താൻ അംഗീകരിക്കുന്ന വേറെ ഏതെങ്കിലും ആളുകളുടെ ഇഷ്ടത്തിനനുസരിച്ച് ജീവിക്കുവാനും മനുഷ്യർക്ക് സാധിക്കും. അഥവാ രണ്ടിനും പറ്റുന്ന ഒരു സ്വാതന്ത്ര്യമാണ് മനുഷ്യന് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയിരിക്കുന്നത്. ഇതിൽ തൻ്റെ സ്വാതന്ത്ര്യം ഉപയോഗപ്പെടുത്താതെ പ്രകൃതി നിയമത്തിന് അവൻ വിധേയമാകുന്ന അതേ സ്വഭാവത്തിൽ തന്നെ പൂർണ്ണമായ ഉദ്ദേശശുദ്ധിയോടുകൂടി, പൂർണ്ണമായ വിധേയത്വത്തോടുകൂടി സ്വയം തീരുമാനമെടുത്തുകൊണ്ട് അള്ളാഹുവിൻ്റെ ശരീഅത്ത് അഥവാ ധാർമ്മികമായ മുഴുവൻ നിയമങ്ങൾക്കും വിധേയമായി ജീവിക്കുവാൻ തീരുമാനിക്കുക എന്നതാണ് സാങ്കേതികമായി ഇസ്ലാം എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം എന്നത് പ്രത്യേകം നാം ഓർത്തിരിക്കേണ്ടതാണ്. അതോടൊപ്പം നേരത്തെ പറഞ്ഞ എല്ലാ അർത്ഥങ്ങളും ആ വാക്ക് ഉൾക്കൊള്ളുന്നുണ്ട് എന്നതും പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കേണ്ടതുണ്ട്. ഈ അർത്ഥത്തിൽ ലോകത്ത് നിയുക്തരായ എല്ലാ പ്രവാചകന്മാരും ആ പ്രവാചകന്മാരെ അംഗീകരിച്ചിരിക്കുന്ന എല്ലാ ആളുകളും മുസ്ലിങ്ങളായിരുന്നു. അവിടെ എല്ലാവരുടെയും ജീവിത വ്യവസ്ഥ
ഇസ്ലാമായിരുന്നു. ഇതും വിശുദ്ധ ഖുർആൻ തന്നെ വ്യക്തമാക്കുന്നതായിട്ട് കാണാൻ സാധിക്കും. ഏതൊക്കെ പ്രവാചകന്മാരെ ഖുർആൻ പരാമർശിച്ചിട്ടുണ്ടോ അങ്ങനെയുള്ളവരും ഖുർആൻ പരാമർശിക്കാതെ വിട്ട പ്രവാചകന്മാരുമൊക്കെ യഥാർത്ഥത്തിൽ ഇസ്ലാം എന്ന ജീവിത വ്യവസ്ഥയാണ് അംഗീകരിച്ചിരുന്നത് എന്ന കാര്യം വിശുദ്ധ ഖുർആൻ ഓർമ്മിപ്പിക്കുന്നു. ഉദാഹരണമായി അവ്വലുർ റസൂൽ എന്ന് പറയപ്പെടുന്ന ഒന്നാമത്തെ മുർസലായ നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിയെ പരാമർശിച്ചുകൊണ്ട് ഖുർആൻ പറഞ്ഞു, ഉമിർത്തു അൻ അക്കൂന മിനൽ മുസ്ലിമീൻ. യൂനുസ് 82-ാമത്തെ ആയത്തിൽ ഞാൻ കൽപ്പിക്കപ്പെട്ടിരിക്കുന്നു, ഞാൻ ഇസ്ലാം സ്വീകരിച്ചവനാവണം എന്ന് കൽപ്പിക്കപ്പെട്ടിരിക്കുന്നു എന്ന് നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം പ്രഖ്യാപിച്ചത് ഖുർആൻ എടുത്തുദ്ധരിച്ചിരിക്കുന്നു. അതേപോലെ ഉലുൽ അസ്മിലെ 2-ാമത്തെ പ്രവാചകനാകുന്ന ഒരുപാട് പ്രവാചകന്മാരുടെ യഥാർത്ഥ പിതാവാകുന്ന മഹാനായ അള്ളാഹുവിൻ്റെ സുഹൃത്ത് എന്ന് ഖുർആൻ വിശേഷിപ്പിച്ച ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം, അദ്ദേഹത്തെ സംബന്ധിച്ച് ഖുർആൻ പറയുന്നു, ഇത് ഖാലഹു റബ്ബുഹു അസ്ലിം ഖാല അസ്ലംതു ലിറബ്ബിൽ ആലമീൻ. തൻ്റെ രക്ഷിതാവ്, തൻ്റെ റബ്ബ് ഇബ്രാഹിമിനോട് പറഞ്ഞു, അസ്ലിം, നീ സമ്പൂർണമായി പൂർണ്ണമായി നിന്റെ റബ്ബിന് വിധേയത്വം സമർപ്പിക്കുക, അവന് പൂർണ്ണമായി കീഴ്പ്പെടുക, അവനനുസരിക്കുക എന്ന് പറഞ്ഞപ്പോൾ ഇബ്രാഹിം പറഞ്ഞു, അസ്ലംതു ലിറബ്ബിൽ ആലമീൻ, ഞാൻ റബ്ബുൽ ആലമീന് മുസ്ലിമായിരിക്കുന്നു, അഥവാ റബ്ബുൽ ആലമീന് ഞാൻ പൂർണ്ണമായും സമർപ്പിതനായിരിക്കുന്നു എന്ന് അദ്ദേഹം പ്രഖ്യാപിച്ചുകൊണ്ട് അദ്ദേഹവും മുസ്ലിമായിരുന്നു എന്നും അദ്ദേഹത്തിൻ്റെ ജീവിത സരണി ഇസ്ലാമായിരുന്നു എന്നും ഖുർആൻ ഇവിടെ വ്യക്തമാക്കുന്നു. അതേപോലെ അദ്ദേഹത്തിൻ്റെ സന്താന പരമ്പരയിൽ വരുന്ന മുഴുവൻ പ്രവാചകന്മാരെ സംബന്ധിച്ചും ഇതേ കാര്യം തന്നെ വിശുദ്ധ ഖുർആൻ ഓർമ്മിപ്പിക്കുന്നുണ്ട്. ഉദാഹരണമാണ് അദ്ദേഹത്തിൻ്റെ പൗത്രനായ യാക്കൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിയെ പരാമർശിച്ചുകൊണ്ട് അദ്ദേഹത്തോടൊപ്പം വിശുദ്ധ ഖുർആൻ പറയുന്നു, വവസ്സാ ബിഹാ ഇബ്രാഹിമു ബനിഹി വയഅഖൂബു യാ ബനിയ്യ ഇന്നല്ലാഹ അസ്തഫാ ലക്കുമുദ്ദീന വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. ഇബ്രാഹിം തൻ്റെ സന്തതികളോട് ഇതാ ഈ ഇസ്ലാം, ഈ സമർപ്പണം, അള്ളാഹുവിനുള്ള പൂർണ്ണമായ വിധേയത്വം എന്ന ജീവിത രീതി പാലിക്കണമെന്നും അംഗീകരിക്കണമെന്നും തൻ്റെ മക്കളെ ഉപദേശിച്ചിരുന്നു. അതേ കാര്യം അദ്ദേഹത്തിൻ്റെ പൗത്രനായ യാക്കൂബ് അദ്ദേഹത്തിൻ്റെ മക്കളെ വിളിച്ചുകൊണ്ടും പറഞ്ഞു, മക്കളെ, നിങ്ങൾക്ക് അല്ലാഹു ദീനിനെ ദീനായി കൊണ്ട് ഇസ്ലാമിനെ അംഗീകരിച്ചു തന്നിരിക്കുന്നു, ജീവിത വ്യവസ്ഥയായി ഇസ്ലാം നിങ്ങൾക്ക് തിരഞ്ഞെടുത്തു തന്നിരിക്കുന്നു, അതുകൊണ്ട് നിങ്ങൾ ആ ഇസ്ലാം സ്വീകരിക്കുന്നവരായിക്കൊണ്ടല്ലാതെ മരിച്ചു പോകരുത് എന്ന് അദ്ദേഹം തൻ്റെ മക്കളോട് പറയുകയുണ്ടായി. ഇങ്ങനെ എല്ലാ പ്രവാചകന്മാരെ സംബന്ധിച്ചും അവരൊക്കെ അംഗീകരിച്ചിരുന്നത് ഇസ്ലാമായിരുന്നു എന്നും അവരൊക്കെ മുസ്ലിങ്ങളായിരുന്നു എന്നും ഖുർആൻ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. യൂസുഫ് നബി, മൂസാ നബി, ഈസാ നബി തുടങ്ങിയുള്ള എല്ലാ പ്രവാചകന്മാരെ സംബന്ധിച്ചും ഇതേ പരാമർശം ഖുർആൻ വിവിധ സ്ഥലങ്ങളിൽ നടത്തിയതായി കാണാൻ സാധിക്കും. ചുരുക്കത്തിൽ ഇസ്ലാം എന്ന് പറയുമ്പോൾ പ്രവാചകന്മാരിലൂടെ അള്ളാഹു മനുഷ്യ സമൂഹത്തിൻ്റെ ജീവിതത്തിൽ അവരംഗീകരിക്കേണ്ടുന്ന നിയമ വ്യവസ്ഥ നൽകിയിരിക്കുന്നു. ആ നിയമവ്യവസ്ഥയാണ് ദീന് എന്ന് പറയുന്നത്. അങ്ങനെയുള്ള ആ ദീനാണ് ഇസ്ലാം എന്ന് പറയുന്നത്. അതാണ് വിശുദ്ധ ഖുർആൻ പറഞ്ഞത്, ഇന്ന ദീന ഇൻദല്ലാഹിൽ ഇസ്ലാം, അള്ളാഹുവിങ്കൽ ജീവിത സരണി, ജീവിത വ്യവസ്ഥ ഇസ്ലാമാണ് എന്ന് വിശേഷിപ്പിച്ചത് ഈ അർത്ഥത്തിലാണ്. ഇപ്പോൾ ഇസ്ലാം എന്ന് പറയുന്നത് എന്താണ് എന്ന് കൂടി ഈ സന്ദർഭത്തിൽ നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടതുണ്ട്. നേരത്തെ പറഞ്ഞ എല്ലാ പ്രവാചകന്മാരുമായി ബന്ധപ്പെട്ട ഇസ്ലാം എന്നതോടൊപ്പം ഇന്ന് നമ്മുടെ കാലഘട്ടത്തിൽ ഇസ്ലാം എന്ന് പറയുമ്പോൾ ഉദ്ദേശിക്കപ്പെടുന്നത് അന്ത്യപ്രവാചകനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അള്ളാഹുവിൽ നിന്ന് ലഭിച്ചിരിക്കുന്ന സന്ദേശമാണ്, നിർദ്ദേശമാണ്. അല്ലാഹു അദ്ദേഹത്തിന് നൽകിയിരിക്കുന്ന, അദ്ദേഹം മുഖേന ലോകത്തെമ്പാടുമുള്ള മനുഷ്യർക്ക് നൽകിയിരിക്കുന്ന ജീവിത വ്യവസ്ഥയാണ് ഇസ്ലാം എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഉദ്ദേശിക്കപ്പെടുന്നത് എന്നതും വ്യക്തമായി നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടതുണ്ട്. ഇതാണ് ഇസ്ലാമിനെ സംബന്ധിച്ച് നമ്മൾ ആദ്യമായി ഉൾക്കൊള്ളുന്ന കാര്യം എന്ന് ഓർമ്മിപ്പിക്കുകയാണ്. അതോടൊപ്പം മറ്റൊരു വസ്തുത കൂടി നമ്മൾ ഓർക്കേണ്ടത്, ഈ പറഞ്ഞ ഇസ്ലാം, ഈ ജീവിത വ്യവസ്ഥ ഏതെങ്കിലും ചില പോയിന്റിനെ മാത്രം കൈകാര്യം ചെയ്യുന്നതല്ല, മറിച്ച് മനുഷ്യ ജീവിതത്തിന് ആവശ്യമുള്ള എന്തെല്ലാം കാര്യങ്ങളുണ്ടോ അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളുടെയും സുപ്രധാനമായ മുഴുവൻ വശങ്ങളെയും ഉൾക്കൊള്ളുന്ന ഒന്നാണ് ഇസ്ലാം. അങ്ങനെ ഇസ്ലാം എന്ന് പറയുമ്പോൾ സമ്പൂർണമായ ഒരു ജീവിത വ്യവസ്ഥയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഖുർആനിൻ്റെയും സുന്നത്തിൻ്റെയും ഒക്കെ പ്രയോഗം ആ അർത്ഥത്തിലൂടെയാണ് കൈകാര്യം ചെയ്യപ്പെട്ടിരിക്കുന്നത് എന്നതും ഖുർആനും സുന്നത്തും പഠിക്കുമ്പോൾ നമുക്ക് ബോധ്യപ്പെടുന്ന, നമ്മൾ സമ്മതിക്കേണ്ടി വരുന്ന യാഥാർത്ഥ്യമാണ്.
പ്രവാചകന്റെ ഒരു ശൈലി ഇവിടെ നമ്മൾ പ്രത്യേകം മനസ്സിലാക്കുക. ബുനിയൽ ഇസ്ലാമു അലാ ഖംസിൻ ഷഹാദത്തി അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്ന മുഹമ്മദുർ റസൂലുള്ളാഹ്. ഇസ്ലാം 5 സ്തംഭങ്ങളിൽ മേലാണ് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത്. അതിൽ ഒന്നാമത്തത് അള്ളാഹു മാത്രമാണ് ഇലാഹ് എന്ന സാക്ഷീകരണമാണ്. അതേപോലെ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിൻ്റെ റസൂലാണ്, ദൂതനാണ് എന്ന സാക്ഷീകരണമാണ്. ഇതാണ് അതിൻ്റെ നിർമ്മിക്കപ്പെട്ട ഒന്നാമത്തെ കാര്യം അഥവാ അതിൻ്റെ അടിത്തറ അതാണ് എന്ന് പ്രവാചകൻ വിവരിക്കുന്നു. അതിനുശേഷം പിന്നീട് ഇഖാമിസ്സലാ, അതിൻ്റെ ഒരു സ്തംഭമാണ് ഇഖാമുസ്സലാത്ത്, നമസ്കാരത്തിൻ്റെ ഇഖാമത്ത് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിച്ചു. അവിടെ സ്തംഭമാണ് എന്നത് വേറെ തൻ്റെ ശൈലിയിൽ പ്രവാചകൻ വിവരിച്ചതായിട്ട് കാണാൻ സാധിക്കും. അസ്സലാത്തു ഇമാദുദ്ദീൻ ഫമൻ അഖാമഹ ഫഖദ് അഖാമദ്ദീൻ വമൻ തറക്കഹ ഫഖദ് ഹദമദ്ദീൻ എന്ന് പ്രവാചകൻ വിശേഷിപ്പിച്ചതിലൂടെ ഇവിടെ പറയുന്നത് റുക്നാണ് അഥവാ സ്തംഭമാണ് എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അങ്ങനെ തറയും ഒരു സ്തംഭവും നമസ്കാരത്തോടു കൂടി ഉണ്ടായിത്തീരുന്നു. തുടർന്ന് സക്കാത്ത് എന്ന് പറയുന്ന രണ്ടാമത്തെ സ്തംഭത്തെ സംബന്ധിച്ചും, അതേപോലെ മൂന്നാമതായി നോമ്പ് എന്ന സ്തംഭത്തെ സംബന്ധിച്ചും, നാലാമതായി ഹജ്ജ് എന്ന സ്തംഭത്തെ സംബന്ധിച്ചും പ്രവാചകൻ പറഞ്ഞു. അങ്ങനെ അടിത്തറയും ഈ സ്തംഭങ്ങളുമാകുന്ന അതിന്മേലാണ് ഇസ്ലാം നിർമ്മിക്കപ്പെട്ടത് എന്ന് പറയുന്നതോടുകൂടി ഈ 5 കാര്യങ്ങൾ കൊണ്ട് മാത്രം ഇസ്ലാം പൂർണ്ണമാവുകയില്ല എന്നും അതിനോട് ഇനിയും പലതും ചേരേണ്ടതുണ്ട് എന്നും ഒരു വീടിന് എന്തൊക്കെയാണ് ആവശ്യമെങ്കിൽ ആവശ്യമുള്ള എല്ലാം ചേർന്ന് അതിൻ്റെ ഫിനിഷിംഗ് വർക്ക് പൂർത്തിയാകുന്നത് കൂടിയാണ് പൂർണ്ണമായ ഒരു വീട് എന്ന് പറയുക എന്നതുപോലെ തന്നെ ഇസ്ലാമിക ആകുന്ന ജീവിത വ്യവസ്ഥ ഈ പറഞ്ഞ അടിസ്ഥാനവും ഈ പറഞ്ഞ സ്തംഭങ്ങളും ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നിർമ്മിക്കപ്പെട്ട സമ്പൂർണമായ ഒരു ജീവിത വ്യവസ്ഥയാണ് എന്ന കാര്യം ഈ ഹദീസിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. അതേപോലെ മറ്റൊരുപാട് പ്രവാചകന്റെ വചനങ്ങളിലും വിശുദ്ധ ഖുർആന്റെ വചനങ്ങളിലും ഇതേ ശൈലിയും രീതിയും നമുക്ക് കാണാൻ സാധ്യമാവും. 23 കൊല്ലം കൊണ്ട് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പൂർണ്ണമാക്കിയ ഒന്നാണ് ഇന്ന് നമ്മൾ ഇസ്ലാം ദീൻ എന്ന് പറയുന്നത്. ആ ഇസ്ലാമിനെ നമ്മൾ പഠനവിധേയമാക്കുമ്പോൾ അള്ളാഹുവിലുള്ള വിശ്വാസത്തിൽ നിന്ന് ആരംഭിച്ച് അന്തർദേശീയ തലം വരെ മനുഷ്യൻ തൻ്റെ ജീവിതം എങ്ങനെയാണ് കൈകാര്യം ചെയ്യേണ്ടത് എന്നതടക്കമുള്ള എല്ലാ വശങ്ങളും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം കൈകാര്യം ചെയ്തിരുന്നു എന്നത് ഒരാൾക്കും നിഷേധിക്കുവാൻ സാധിക്കുന്ന കാര്യമല്ല. അതുകൊണ്ട് ആ എല്ലാ പോയിന്റിലും അള്ളാഹുവിൻ്റെയും പ്രവാചകന്റെയും നിർദ്ദേശങ്ങളും കൽപ്പനകളും അംഗീകരിച്ചുകൊണ്ട് അത് ജീവിതത്തിൽ നിഷ്കളങ്കമായി പാലിച്ചുകൊണ്ട് മുമ്പോട്ട് പോവുക എന്നതാണ് ഇസ്ലാം എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഉദ്ദേശിക്കപ്പെടുന്നത്, അർത്ഥമാക്കപ്പെടുന്നത്. അങ്ങനെയുള്ള ഇസ്ലാമിനെ അംഗീകരിക്കുവാനാണ് അള്ളാഹുവും റസൂലും ആഹ്വാനം ചെയ്യുന്നത് എന്ന് നാം പ്രത്യേകം മനസ്സിലാക്കിയിരിക്കേണ്ടതുണ്ട്. അതാണ് ഇവിടെ സൂറത്തുൽ മാഇദ 3-ാമത്തെ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു ഉറപ്പിച്ചു, അൽയൗമ അക്മൽതു ലക്കും ദീനക്കും വഅത്മംതു അലൈക്കും നിഅമതി വറളിതു ലക്കുമുൽ ഇസ്ലാമ ദീന. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹജ്ജത്തുൽ വിദാ എന്ന് പറയുന്ന ആ ഘട്ടത്തിലാണ്, ഹജ്ജിന്റെ സന്ദർഭത്തിലാണ് ഈ ആയത്തിറങ്ങിയത് എന്ന കാര്യത്തിൽ മുഫസ്സിറുകൾക്കിടയിൽ അഭിപ്രായ വ്യത്യാസമില്ല എന്നതും സാന്ദർഭികമായി നമ്മൾ മനസ്സിലാക്കണം. അവിടെ അള്ളാഹു പറയുന്നത്, ഇന്ന് ഈ ഘട്ടത്തിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ദീന് പരിപൂർണമാക്കി തന്നിരിക്കുന്നു, അതേപോലെ നിങ്ങൾക്ക് എൻ്റെ ഹിദായത്ത് മാർഗദർശനമാകുന്ന എൻ്റെ നിഅമത്ത് ഞാൻ പൂർണ്ണമായി നൽകിയിരിക്കുന്നു, ഇസ്ലാം ജീവിത വ്യവസ്ഥയായി നിങ്ങൾക്ക് ഞാൻ തൃപ്തിപ്പെടുകയും ചെയ്തിരിക്കുന്നു എന്ന് വിശുദ്ധ ഖുർആൻ പ്രഖ്യാപിക്കുമ്പോൾ, നേരത്തെ പറഞ്ഞതുപോലെ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഹജ്ജത്തുൽ വിദാ എന്ന ഹജ്ജ് നിർവഹിക്കുന്ന ആ സന്ദർഭത്തിൽ ഇസ്ലാമിൻ്റെ എല്ലാ വശങ്ങളും, നേരത്തെ പറഞ്ഞ അന്തർദേശീയ തലം വരെയുള്ള എല്ലാ മേഖലകളിലും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇസ്ലാമിൻ്റെതായ രീതിയിലും സ്വഭാവത്തിലുമുള്ള നിയമങ്ങൾ വെച്ചുകൊണ്ട്, രീതികൾ വെച്ചുകൊണ്ട് മുന്നോട്ട് പോയിരുന്നു എന്നത് ഒരു വിധത്തിൽ നിഷേധിക്കുവാൻ സാധ്യമല്ലാത്ത ചരിത്ര യാഥാർത്ഥ്യമാണ് എന്നതും ഇവിടെ നമ്മൾ ഓർത്തിരിക്കേണ്ടതുണ്ട്. അതേപോലെ തന്നെ വിശുദ്ധ ഖുർആനും ഇസ്ലാം എല്ലാ പ്രശ്നങ്ങളും കൈകാര്യം ചെയ്യുന്ന ഒരു സമ്പൂർണമായ ജീവിത വ്യവസ്ഥയാണ് എന്നത് മറ്റ് ശൈലിയിലും പറഞ്ഞതായി കാണാൻ സാധിക്കും. ഉദാഹരണമായി സൂറത്തു നഹ്ൽ 89-ാമത്തെ ആയത്തിൽ അല്ലാഹു പറയുന്നു, വഅൻസൽനാ അലൈക്കൽ കിതാബ തിബിയാന ലികുല്ലി ഷൈഇൻ വഹുദൻ വറഹ്മ വബുശ്റാ ലിൽ മുസ്ലിമീൻ. ഇതാ പ്രവാചകരെ, അങ്ങക്ക് നാം ഈ ഗ്രന്ഥം വിശുദ്ധ ഖുർആൻ അവതരിപ്പിച്ചു തന്നിരിക്കുന്നു, സകല കാര്യങ്ങൾക്കും ജീവിതവുമായി ബന്ധപ്പെട്ട സകല പ്രശ്നങ്ങൾക്കുമുള്ള വിവരണമായി ഈ ഗ്രന്ഥം അവതരിപ്പിച്ചു തന്നിരിക്കുന്നു. അതേപോലെ ജീവിതത്തിൻ്റെ സന്മാർഗമായും ജീവിതത്തിന് അനുഗ്രഹമായും അള്ളാഹുവിന് സർവാത്മന
അർപ്പിതരായി ജീവിക്കുന്ന ആളുകൾക്ക് സന്തോഷ വാർത്ത ലഭിക്കുന്നതായും ഈ ഗ്രന്ഥം അവതരിപ്പിച്ചിരിക്കുന്നു എന്ന് വിശുദ്ധ ഖുർആൻ പറയുന്നു. ഈ പറഞ്ഞ കാര്യത്തിലെ തിബിയാൻ എന്ന വാക്കിനെ വിശദീകരിച്ചുകൊണ്ട് അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറഞ്ഞത്, അത് ബയ്യന ലനാ ഫീ ഹാദൽ ഖുർആനി കുല്ല ഇൽമിൻ വകുല്ല ഷൈഇൻ എന്നാണ്. സകല വിജ്ഞാനവും സകല കാര്യങ്ങളും ഈ ഖുർആനിൽ അള്ളാഹു വിശദീകരിച്ചിരിക്കുന്നു എന്ന്. അതേപോലെ ഈ പറഞ്ഞ ഇബ്നു മസ്ഊദിന്റെ ആ ഉദ്ധരിച്ച ശേഷം, രേഖപ്പെടുത്തിയ ശേഷം മഹാനായ ഇബ്നു കസീർ തന്റെ തഫ്സീറിൽ അതിന് ഒരു വിശദീകരണം കൂടി നൽകിയതായി കാണാൻ സാധിക്കും. ഇബ്നു മസ്ഊദിന്റെ പ്രയോഗം എല്ലാ കാര്യങ്ങളും ഉൾക്കൊള്ളുന്ന സമ്പൂർണമായ ഒരു തഫ്സീറാണ് എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം പറയുന്നു, ഫൈനൽ ഖുർആന ഇഷ്തമല അലാ കുല്ലി ഇൽമിൻ നാഫിഇൻ മിൻ ഖബരിൻ മാ സബഖ വ ഇൽമിൻ മാ സയതി വ കുല്ല ഹലാലിൻ വ ഹറാമിൻ വ മൻ നാസു ഇലൈഹി മുഹ്താജൂന ഫി അംരി ദുനിയാഹും വ ദീനിഹിം വ മആശിഹിം വ മആദിഹിം. അഥവാ ഇസ്ലാം വിശുദ്ധ ഖുർആൻ എന്ന് പറയുന്നത് മനുഷ്യൻ ആവശ്യമുള്ള എല്ലാ പ്രയോജനകരമായ ഇൽമിനെയും ഉൾക്കൊള്ളുന്ന സമ്പൂർണമായ ഒരു ഗ്രന്ഥമാണ്. മുൻഗാമികളുമായി ബന്ധപ്പെട്ട് നടന്ന എന്തെല്ലാം സംഭവങ്ങൾ നമ്മൾ അറിയേണ്ടതുണ്ടോ അതൊക്കെ വിശുദ്ധ ഖുർആൻ കൈകാര്യം ചെയ്തിരിക്കുന്നു. അതേപോലെ ഭാവിയുമായി ബന്ധപ്പെട്ട് നമ്മൾ അറിയേണ്ടുന്ന എന്തൊക്കെ വിവരങ്ങളുണ്ടോ അതൊക്കെ വിശുദ്ധ ഖുർആൻ കൈകാര്യം ചെയ്തിരിക്കുന്നു. അതുപോലെ എന്തെല്ലാം അനുവദനീയമായ കാര്യങ്ങളുണ്ടോ, എന്തെല്ലാം നിഷിദ്ധമായ കാര്യങ്ങളുണ്ടോ, അതേപോലെ തന്നെ ജനങ്ങൾക്ക് അവരുടെ ദുന്യാവിൻ്റെ കാര്യത്തിലും അവരുടെ ദീനിൻ്റെ കാര്യത്തിലും അവരുടെ ജീവിതത്തിൻ്റെ മേഖലയിലും അവരുടെ പരലോകത്തിൻ്റെ മേഖലയിലും ആവശ്യമായ മുഴുവൻ കാര്യങ്ങളും വിശുദ്ധ ഖുർആൻ കൈകാര്യം ചെയ്തിരിക്കുന്നു. അങ്ങനെയുള്ള ഒന്നാണ് ഖുർആൻ എന്നാണ് ഇബ്നു കസീർ തൻ്റെ തഫ്സീറിൽ ഈ ആയത്ത് വിശദീകരിച്ചുകൊണ്ട് പറഞ്ഞിരിക്കുന്നത് എന്നതിൽ നിന്നും ഇസ്ലാം സമ്പൂർണമായ ഒരു ജീവിത വ്യവസ്ഥയാണ് എന്ന കാര്യം വ്യക്തമാണ് എന്ന് നാം ഓർത്തിരിക്കേണ്ടതുണ്ട്. ഇനി ഈമാൻ എന്ന് പറയുന്ന വിഷയവുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ പരാമർശിക്കുകയാണ്. അറബി ഭാഷയിലെ അംന് അഥവാ ഭയത്തിന് വിരുദ്ധമായ നിർഭയത്വം എന്ന അർത്ഥം വരുന്ന അംന് എന്ന വാക്കിൽ നിന്നാണ് ഈമാൻ എന്ന പ്രയോഗം വന്നിട്ടുള്ളത്. ഇതിനും ഇസ്ലാം എന്ന വാക്കിനുള്ളതുപോലെ വ്യത്യസ്തമായ ഒരുപാട് അർത്ഥതലങ്ങളുണ്ട് എന്നത് ഡിക്ഷണറി എടുത്തു പരിശോധിച്ചാലും വിശുദ്ധ ഖുർആന്റെ പ്രയോഗം എടുത്ത് പരിശോധിച്ചാലും കാണാവുന്നതാണ്. എല്ലാ വിശദാംശങ്ങളിലേക്കും പോകുവാൻ ഇപ്പോൾ ഉദ്ദേശിക്കുന്നില്ല, ചിലത് മാത്രം ഇവിടെ ഓർമ്മിപ്പിക്കുകയാണ്. ഒരർത്ഥം അത്തസ്ദീഖ്, സത്യവൽക്കരിക്കുക എന്നതാണ്. ഈ അർത്ഥത്തിലാണ് യാക്കൂബ് നബിയുടെ മക്കൾ അദ്ദേഹത്തോട് യൂസുഫ് നബിയെ അവരെന്തോ വിധത്തിൽ അദ്ദേഹത്തിൽ നിന്ന് അകറ്റുകയും അതിനെ സംബന്ധിച്ച് സംസാരിക്കുകയും ഒക്കെ ചെയ്ത ആ സന്ദർഭത്തിൽ പിതാവ് തങ്ങൾ പറയുന്നതും കേൾക്കുന്നില്ല, അംഗീകരിക്കുന്നില്ല, തങ്ങളെ സത്യവാന്മാരായി സ്വീകരിക്കുന്നില്ല എന്ന് ബോധ്യപ്പെട്ടപ്പോൾ അവർ പ്രയോഗിച്ച പ്രയോഗമുണ്ട്, വമാ അന്ത ബിമുഅ്മിനിൻ ലനാ വഇൻ കുന്നാ വലൗ കുന്നാ സാദിഖീൻ. സൂറത്ത് യൂസുഫിൽ കാണാവുന്നതാണ്. താങ്കൾ ഞങ്ങൾ സത്യം പറഞ്ഞാൽ പോലും ഞങ്ങളെ സത്യവാന്മാരെ അംഗീകരിക്കുന്നില്ല എന്നാണ് അവിടെ ഈമാൻ എന്ന വാക്കിന് അർത്ഥമായി ഖുർആൻ പ്രയോഗിച്ചിരിക്കുന്നത്. ആ അർത്ഥത്തിൽ സത്യവൽക്കരണം, ഒരു സംഗതിയെ സത്യമായി അംഗീകരിക്കുക എന്നതാണ് അവിടെ വിശുദ്ധ ഖുർആൻ നൽകിയിരിക്കുന്ന അർത്ഥം. നേരത്തെ പറഞ്ഞതുപോലെ കുഫർ, ഷിർക്ക്, ളുൽമ്, ഫിസ്ക് തുടങ്ങി ബഹുദൈവത്വം, സത്യനിഷേധം, അക്രമം, അധർമ്മം തുടങ്ങിയുള്ള എല്ലാറ്റിൻ്റെയും വിപരീതമായും ഈ വാക്ക് ഈമാൻ എന്ന വാക്ക് വിശുദ്ധ ഖുർആൻ പ്രയോഗിച്ചിരിക്കുന്നു എന്നതും നമുക്ക് കാണാവുന്നതാണ്. അപ്പോൾ ആ എല്ലാ തിന്മയായ മുഴുവൻ കാര്യങ്ങളെയും ഉപേക്ഷിച്ചുകൊണ്ട് അതിൽ നിന്നൊക്കെ മോചനം നേടിക്കൊണ്ട് യഥാർത്ഥത്തിലുള്ള നന്മ, യഥാർത്ഥത്തിലുള്ള സത്യം, ഈ പ്രപഞ്ചത്തിലും പ്രപഞ്ചത്തിൻ്റെ അപ്പുറവുമുള്ള യാഥാർത്ഥ്യം എന്താണോ ആ യാഥാർത്ഥ്യത്തെ അതിൻ്റെതായ അർത്ഥതലങ്ങളിൽ നിന്നുകൊണ്ട് അതിന് വേണ്ടതുപോലെ മനസ്സിലാക്കിക്കൊണ്ട് അംഗീകരിക്കുകയും ആ യാഥാർത്ഥ്യത്തിന് അഥവാ ഏകനായ അള്ളാഹുവിന് പൂർണ്ണമായി കീഴ്പ്പെട്ട് ജീവിക്കുകയും ചെയ്യുക എന്നതാണ് ഇസ്ലാം എന്നതുപോലെ ഈമാൻ എന്ന് പറയുമ്പോഴും അതിൻ്റെ അർത്ഥമെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. ഈ അർത്ഥത്തിൽ വിശുദ്ധ ഖുർആൻ അത് കൈകാര്യം ചെയ്തിട്ടുണ്ട് എന്ന് മാത്രമേ ഇപ്പോൾ ഓർമ്മിപ്പിക്കുന്നുള്ളൂ. ഇവിടെ നമ്മൾ മനസ്സിലാക്കുന്നത് മറ്റു കാര്യം, ഇന്ന് പലരും മനസ്സിലാക്കുന്നത് പോലെ അല്ലെങ്കിൽ പറയുന്നത് പോലെ ഈമാൻ എന്ന് പറഞ്ഞാൽ കേവലം നാവ് കൊണ്ടുള്ള ഒരു പ്രഖ്യാപനമല്ല. ഞാൻ അള്ളാഹുവിൽ വിശ്വസിച്ചിരിക്കുന്നു, ഞാൻ പ്രവാചകന്മാരിൽ വിശ്വസിച്ചിരിക്കുന്നു, ഞാൻ പരലോകത്തിൽ വിശ്വസിച്ചിരിക്കുന്നു, മലക്കുകളിൽ വിശ്വസിച്ചിരിക്കുന്നു, അതുപോലെ സ്വർഗത്തിൽ വിശ്വസിച്ചിരിക്കുന്നു, നരകത്തിൽ വിശ്വസിച്ചിരിക്കുന്നു എന്നിങ്ങനെ കുറേ കാര്യങ്ങൾ എണ്ണിപ്പറയുന്ന ഈമാൻ കാര്യങ്ങൾ എന്ന ശൈലിയിൽ എണ്ണിപ്പറയുന്ന
എണ്ണി പറയൽ കൊണ്ട് യഥാർത്ഥത്തിൽ ഈമാനാവുകയില്ല എന്ന കാര്യം ആദ്യമായി നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടതുണ്ട്. ഇങ്ങനെ എണ്ണിപ്പറഞ്ഞ, ഇങ്ങനെ നാവ് കൊണ്ട് പ്രഖ്യാപിച്ച ആളുകളെ അള്ളാഹു മുഅ്മിനായി അംഗീകരിച്ചിട്ടില്ല എന്നതാണ് മുനാഫിക്കുകളുമായി ബന്ധപ്പെട്ടുകൊണ്ട് വിവിധ സ്ഥലങ്ങളിൽ വിശുദ്ധ ഖുർആൻ നടത്തുന്ന പ്രയോഗത്തിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഉദാഹരണമാണ് സൂറത്തുൽ ബഖറയിൽ അള്ളാഹു പറയുന്നു, വമിനന്നാസി മൻ യഖൂലു ആമന്നാ ബില്ലാഹി വബിൽ യൗമിൽ ആഖിർ വമാ ഹും ബിമുഅ്മിനീൻ യുഖാദിഊന അല്ലാഹ വല്ലദീന ആമനൂ വമാ യഖ്തഊന ഇല്ലാ അൻഫുസഹും വമാ യശ്ഉറൂൻ. ജനങ്ങളിൽ ചിലരുണ്ട്, അവർ അള്ളാഹുലും അന്ത്യത്തിലും വിശ്വസിച്ചു എന്ന് പ്രഖ്യാപിക്കുന്നു, എന്നാൽ യഥാർത്ഥത്തിൽ അവർ വിശ്വാസികളല്ല, മുഅ്മിനുകളല്ല. അള്ളാഹുവിനെയും അതേപോലെ യഥാർത്ഥ മുഅ്മിനുകളെയും വഞ്ചിക്കുവാൻ വേണ്ടി മാത്രം അവർ ഉരുവിടുന്ന ചില പ്രയോഗങ്ങളാണത്. എന്നാൽ യഥാർത്ഥത്തിൽ ഇത് മുഖേന അവരെ തന്നെ അല്ലാതെ വഞ്ചിക്കുന്നില്ല. പക്ഷേ ആ കാര്യത്തെ സംബന്ധിച്ച് ബോധം അവർക്കില്ല എന്ന് വിശുദ്ധ ഖുർആൻ പറഞ്ഞുകൊണ്ട് മുനാഫിക്കുകളുടെ വിശ്വാസ പ്രഖ്യാപനത്തെ തള്ളിക്കളഞ്ഞിരിക്കുന്നു എന്നതിൽ നിന്ന് കേവല പ്രഖ്യാപനമല്ല ഈമാൻ എന്നത് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടതുണ്ട്. അതേപോലെ വിശ്വാസം അംഗീകരിച്ച, ഈമാൻ അംഗീകരിച്ച മുഅ്മിനുകളായ ആളുകൾ ജീവിതത്തിൽ കൊണ്ടു നടക്കുന്ന, ജീവിതത്തിൽ പകർത്തുന്ന, ജീവിതത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന ചില കാര്യങ്ങൾ ചെയ്യുക എന്നതിൻ്റെ പേരുമല്ല യഥാർത്ഥ ഈമാൻ എന്നത് മനസ്സിലാക്കേണ്ടതുണ്ട്. അങ്ങനെ ചെയ്യുന്ന എത്രയോ ആളുകൾ നേരത്തെ പറഞ്ഞതുപോലെ മുനാഫിക്കുകളുടെ കൂട്ടത്തിലുണ്ടായിരുന്നു എന്നും അവരെ അള്ളാഹു മുഅ്മിനായി അംഗീകരിച്ചിട്ടില്ല എന്നതും ഇവിടെ പ്രത്യേകം നമ്മൾ സ്മരിക്കേണ്ടതാണ്. വിശുദ്ധ ഖുർആൻ പറയുന്നു, ഇന്നൽ മുനാഫിഖീന യുഖാദിഊന അല്ലാഹ വഹുവ ഖാദിഉഹും വഇദാ ഖാമൂ ഇലസ്സലാത്തി ഖാമൂ കുസാല യുറാഊന അന്നാസ വലാ യദ്കുറൂന അല്ലാഹ ഇല്ലാ ഖലീല. കപടന്മാർ അള്ളാഹുവിനെ വഞ്ചിക്കുന്നു, എന്നാൽ അള്ളാഹു അവരെ സ്വയം വഞ്ചനയിൽ അകപ്പെടുത്തിയിരിക്കുകയാണ്. അവർ നമസ്കാരത്തിനായി നിന്നാൽ അലസന്മാരായാണ് നിൽക്കുക, ജനങ്ങളെ കാണിക്കുക എന്നതാണ് അവരുടെ ഉദ്ദേശം. വളരെ തുച്ഛമായി മാത്രമേ അള്ളാഹുവിനെ അവർ സ്മരിക്കുന്നുള്ളൂ. മുദബ്ദബീന ബൈന ദാലിക ലാ ഇലാഹ ഹഉലാഇ വലാ ഇലാഹ ഹഉലാഇ. അവർ രണ്ടിനുമിടയിൽ ചാഞ്ചാടിക്കൊണ്ടിരിക്കുന്നവരാണ്. വിശ്വാസികളോടൊപ്പം അവരില്ല, എന്നാൽ അവിശ്വാസികളോടൊപ്പവും പൂർണ്ണമായി അവരില്ല. രണ്ടിനും ഇടയ്ക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ചാഞ്ചാടിക്കൊണ്ടിരിക്കുന്ന അവസ്ഥയാണ് അവർക്കുള്ളത്. വമൻ യുദില്ലാഹു ഫലൻ തജിദ് ലഹു സബീല. അള്ളാഹു ആരെങ്കിലും ദുർമാർഗത്തിലാക്കിയാൽ അവർക്ക് പിന്നീട് രക്ഷപ്പെടുവാനുള്ള ഒരു വഴിയും കണ്ടെത്തുക സാധ്യമല്ല. യാ അയ്യുഹല്ലദീന ആമനൂ ലാ തത്തഖിദുൽ കാഫിരീന ഔലിയാ മിൻ ദൂനിൽ മുഅ്മിനീൻ. സത്യവിശ്വാസികളെ, നിങ്ങൾ ഒരിക്കലും സത്യനിഷേധികളെ, വിശ്വാസികളെ കൂടാതെ അവരെ മാറ്റി നിർത്തിക്കൊണ്ട് നിങ്ങളുടെ മിത്രങ്ങളായി സ്വീകരിക്കരുത്. അതുരീദൂന അൻ തജ്അലൂ ലില്ലാഹി അലൈക്കും സുൽത്താനം മുബീന. അങ്ങനെ നിങ്ങൾ ചെയ്താൽ നിങ്ങൾക്കെതിരെ, അഥവാ നിങ്ങൾ വിശ്വാസികളല്ല എന്ന കാര്യത്തിനുള്ള വ്യക്തമായ പ്രമാണം അള്ളാഹുവിന് നിങ്ങൾ നൽകുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് അപ്പണി നിങ്ങൾ എടുക്കരുത്. ഇന്നൽ മുനാഫിഖീന ഫിദ്ദർക്കിൽ അസ്ഫലി മിനൻ നാർ. തീർച്ചയായും കപടന്മാർ നരകത്തിലെ പാതാളത്തിലാണ് ഉണ്ടാവുക. വലം തജിദ് ലഹും നസീറ. ഒരു സഹായിയും അവർക്ക് ലഭിക്കുകയില്ല. ഇല്ലല്ലദീന താബു വ അസ്ലഹു വഅതസമു ബില്ലാഹി വഅഖലസു ദീനഹും ലില്ലാഹ്. എന്നാൽ ഈ പറഞ്ഞ വിഭാഗത്തിൽ നിന്ന് പശ്ചാത്തപിക്കുകയും തങ്ങളുടെ ജീവിതം സംസ്കരിക്കുകയും അള്ളാഹുവിൻ്റെ പാത, അള്ളാഹുവിൻ്റെ ദീൻ പൂർണ്ണമായി അവലംബിക്കുകയും പൂർണ്ണമായ അർത്ഥത്തിലും സ്വഭാവത്തിലും തങ്ങളുടെ കീഴ്വണക്കം, വിധേയത്വം അള്ളാഹുവിന് നിഷ്കളങ്കമാക്കുകയും ചെയ്താൽ ഫൗലായിക മഅൽ മുഅ്മിനീൻ. അങ്ങനെയുള്ളവരാണ് മുഅ്മിനുകളുടെ കൂട്ടത്തിലുണ്ടാവുക. വസൗഫ യുത്തില്ലാഹുൽ മുഅ്മിനീന അജ്റൻ അലീമ. വിശ്വാസം അംഗീകരിച്ച മുഅ്മിനുകൾക്ക് അള്ളാഹു പിന്നീട് മഹത്തായ പ്രതിഫലം നൽകും. അന്നിസാ 142 142 മുതൽ 146 വരെയുള്ള ആയത്തുകൾ പരിശോധിച്ചാൽ ഈ പറഞ്ഞ കാര്യം കാണാവുന്നതാണ്. അതേപോലെ ചില അള്ളാഹു ഉണ്ട്, അതേപോലെ മലക്കുകളുണ്ട്, സ്വർഗമുണ്ട്, നരകമുണ്ട് എന്നതൊക്കെ എനിക്ക് ബോധ്യമുണ്ട് എന്ന ബോധ്യവുമല്ല യഥാർത്ഥത്തിൽ ഈമാൻ എന്ന് പറയുന്നത് എന്ന് നാം ഓർത്തിരിക്കേണ്ടതുണ്ട്. വിശുദ്ധ ഖുർആൻ അങ്ങനെ ബോധ്യമുള്ള, അങ്ങനെ ഉറപ്പ് വന്ന എന്നിട്ട് നിഷേധിച്ച ആളുകളുടെ കഥ സൂറത്തുൻ നംലിൽ വിവരിച്ചതായിട്ട് കാണാൻ സാധിക്കും. വജഹദൂ ബിഹാ വസ്തൈഖനത്ഹാ അൻഫുസുഹും ളുൽമൻ വഉലുവ എന്ന് ഖുർആൻ പറയുന്നു. ആ വിശ്വാസവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ, ആ യാഥാർത്ഥ്യങ്ങളൊക്കെ അവർ തള്ളിക്കളഞ്ഞിരിക്കുന്നു, അവർ നിഷേധിച്ചിരിക്കുന്നു. ഏതവസ്ഥയിലാണ്? അവരുടെ മനസ്സ്, അവരുടെ മനോമണ്ഡലം പൂർണ്ണമായ സ്വഭാവത്തിൽ അവർ ബോധ്യപ്പെട്ട ശേഷം തന്നെ അവർ അത് നിഷേധിച്ചിരിക്കുന്നു. നിഷേധിക്കാനുള്ള കാരണം ഒന്ന് അക്രമം ചെയ്യണം എന്നുള്ളതാണ്, മറ്റൊന്ന് ഔന്നത്യം നടിക്കണം എന്നതാണ്. അങ്ങനെ അഹന്തയുടെയും അക്രമത്തിൻ്റെയും
സ്വാഭാവികമായ ജീവിത രീതി തെരഞ്ഞെടുത്തതിനാൽ ഈ പറഞ്ഞ സത്യങ്ങളെയൊക്കെ നിഷേധിക്കുകയാണ് അവർ ചെയ്തത് എന്ന് വിശുദ്ധ ഖുർആൻ പറയുന്നു. ചുരുക്കത്തിൽ കേവല പ്രഖ്യാപനം കൊണ്ടോ ചില കർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നത് കൊണ്ടോ അതേപോലെ ചില കാര്യങ്ങളെ സംബന്ധിച്ച് വളരെ ബോധപൂർവം പ്രമാണങ്ങളുടെ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ സമർത്ഥിക്കാൻ കഴിയുന്നത് കൊണ്ടോ ഒരാൾ മുഅ്മിനായി ഈമാൻ അംഗീകരിച്ചു എന്ന് പറയുവാൻ സാധ്യമല്ല എന്ന് വിശുദ്ധ ഖുർആനോട് പ്രഖ്യാപിക്കുന്നു. അപ്പോൾ പിന്നെയും നമ്മൾ ഓർക്കേണ്ടതുണ്ട്, എന്താണ് യഥാർത്ഥ ഈമാൻ എന്ന് പറയുമ്പോൾ അവിടെയാണ് വിശുദ്ധ ഖുർആൻ വളരെ വ്യക്തമായ വിധത്തിൽ നമുക്ക് ബോധ്യപ്പെടുത്തി തരുന്നത്. ഒരേ ഭാഗത്ത് പൂർണ്ണമായ മനസ്സാന്നിധ്യത്തോടു കൂടി യാഥാർത്ഥ്യങ്ങളെ അതിൻ്റെതായ ശൈലിയിലും രീതിയിലും മനസ്സിലാക്കിക്കൊണ്ട്, അഥവാ പരമമായ യാഥാർത്ഥ്യം അള്ളാഹുവാണ് എന്ന് അള്ളാഹുവിൻ്റെ സൃഷ്ടിജാലങ്ങൾ മുമ്പിൽ വെച്ചുകൊണ്ട്, ആ തെളിവുകൾ മുമ്പിൽ വെച്ചുകൊണ്ട് ഇതിൻ്റെ എല്ലാം പിന്നിൽ പ്രവർത്തിക്കുന്ന അതിശക്തനായ അതിസമർത്ഥനായ അജയ്യനായ ഏകനായ ഒരല്ലാഹു എന്ന് പറയുന്ന ശക്തിയുണ്ട്, ദൈവമുണ്ട് എന്ന കാര്യം പൂർണ്ണമായ ബോധത്തോടു കൂടി അംഗീകരിക്കുവാൻ സന്നദ്ധമാവുകയും ആ അള്ളാഹുവിന് പൂർണ്ണമായി വിധേയമായിക്കൊണ്ട് ജീവിക്കുക എന്നതാണ് എൻ്റെ ബാധ്യത, എൻ്റെ ഉത്തരവാദിത്വം, ജീവിത ലക്ഷ്യം എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ആ അർത്ഥത്തിലും സ്വഭാവത്തിലും ജീവിക്കുവാൻ പൂർണ്ണമായും സന്നദ്ധമായി മുന്നോട്ട് പോവുകയും അങ്ങനെ മരണം വരെ ആ അവസ്ഥയിൽ ഒരു വിധത്തിലുള്ള ചാഞ്ചല്യവുമില്ലാതെ ഒരു വിധത്തിലുള്ള സംശയവുമില്ലാതെ നിലനിൽക്കുകയും അതിനനുസൃതമായ കർമ്മങ്ങളും സ്വഭാവങ്ങളും രീതികളും സ്വീകരിക്കുകയും ചെയ്യുക. നേരത്തെ ഇസ്ലാമിനെ സംബന്ധിച്ച് പറഞ്ഞതുപോലെ തന്നെ ഏതൊക്കെ ജീവിതത്തിൻ്റെ പോയിന്റിൽ ഏതൊക്കെ വൃത്തങ്ങളിൽ അള്ളാഹുവും അള്ളാഹുവിൻ്റെ പ്രവാചകനും നിർദ്ദേശങ്ങൾ നൽകുന്നുണ്ടോ, നിയമങ്ങൾ നൽകുന്നുണ്ടോ, ആ നിർദ്ദേശങ്ങളും നിയമങ്ങളും യാതൊരു വൈമനസ്യവുമില്ലാതെ ഒരു വിധത്തിലുള്ള മനപ്രയാസവുമില്ലാതെ പൂർണ്ണ സന്തോഷത്തോടെ നിഷ്കളങ്കമായി അള്ളാഹുവിന് പൂർണ്ണമായ വിധേയത്വത്തോടെ അംഗീകരിക്കുകയും സ്വീകരിക്കുകയും ചെയ്യുവാനുള്ള തുറന്ന പ്രഖ്യാപനവും അത് മനസ്സും ആത്മാവും പൂർണ്ണമായി ഉൾക്കൊള്ളുകയും അതിനനുസരിച്ച് ജീവിതത്തിൻ്റെ എല്ലാ നിലപാടുകളും രൂപപ്പെടുത്തുകയും ചെയ്യുക എന്നതാണ് യഥാർത്ഥത്തിലുള്ള ഈമാൻ എന്ന് പറയുമ്പോൾ അതിൻ്റെ ഉദ്ദേശമെന്ന് വിശുദ്ധ ഖുർആനും തിരുസുന്നത്തും പരിശോധിച്ചാൽ നമുക്ക് ബോധ്യപ്പെടുന്നതാണ്. ആ അർത്ഥത്തിലാണ് വിശുദ്ധ ഖുർആൻ പ്രഖ്യാപിച്ചു, ഇന്നമൽ മുഅ്മിനൂനല്ലദീന ആമനൂ ബില്ലാഹി വറസൂലിഹി. വിശ്വാസികൾ എന്ന് പറഞ്ഞാൽ ഒരു വിഭാഗം മാത്രമാണ്. അവർ അല്ലാഹുവിലും അവന്റെ പ്രവാചകരിലും വിശ്വാസം അംഗീകരിച്ചിരിക്കുന്നു. തുമ്മ ലം യർതാബു, ആ വിശ്വാസം അംഗീകരിച്ച ശേഷം ഒരു വിധത്തിലുള്ള സംശയവും ഒരു വിധത്തിലുള്ള അങ്കലാപ്പും ഒരു വിധത്തിലുള്ള പ്രയാസവും അവർക്ക് അനുഭവപ്പെടുന്നില്ല. 100% സത്യസന്ധമായി അവർ ആ കാര്യം അംഗീകരിച്ചുകൊണ്ട് അള്ളാഹുവിനും റസൂലിനും വിധേയരായി ജീവിക്കുന്നു. അങ്ങനെയുള്ളവർ മാത്രമാണ് മുഅ്മിൻ എന്ന പേരിന് ഈമാൻ അംഗീകരിച്ചവൻ എന്ന ആ അവസ്ഥക്ക് അർഹനാകുക എന്നാണ് വിശുദ്ധ ഖുർആൻ സൂറത്തുൽ ഹുജറാത്ത് 15-ാമത്തെ ആയത്തിൽ വിശദീകരിച്ചിരിക്കുന്നത്. ഇതിൽ നിന്നും നമ്മൾ മറ്റൊരു കാര്യവും കൂടി മനസ്സിലാക്കിയിരിക്കേണ്ടതുണ്ട്. അന്ധമായി ഏതോ പാരമ്പര്യത്തിൻ്റെയോ അല്ലെങ്കിൽ സമുദായത്തിൻ്റെയോ അല്ലെങ്കിൽ അതുപോലുള്ള മറ്റെന്തെങ്കിലോ കാരണത്തിലോ ഉള്ള ഒരു വിശ്വാസം കൊണ്ട് നടക്കുക എന്നതല്ല യഥാർത്ഥത്തിൽ ഈമാൻ എന്ന് പറയുന്നത്. മറിച്ച് പ്രമാണങ്ങളുടെ അടിസ്ഥാനത്തിൽ ഈ സൃഷ്ടികളെ കാണുമ്പോൾ അതിന് പിന്നിലുള്ള സൃഷ്ടാവിനെയും ഈ സൃഷ്ടികളിലുള്ള സംവിധാനം കാണുമ്പോൾ ആ സംവിധാനത്തെയും കണ്ട് മനസ്സിലാക്കിക്കൊണ്ട് അംഗീകരിക്കുവാനുള്ള സന്നദ്ധത ഉണ്ടാവേണ്ടതുണ്ട്. അതുകൊണ്ടാണ് ഈമാനിന്റെ കാര്യം പറയുമ്പോൾ വിശുദ്ധ ഖുർആൻ ഫഅലം അന്നഹു ലാ ഇലാഹ ഇല്ലാഹു, നീ മനസ്സിലാക്കിയിരിക്കണം, അറിഞ്ഞിരിക്കണം, നിനക്ക് ബോധ്യമുണ്ടായിരിക്കണം അള്ളാഹു മാത്രമാണ് ഇലാഹ് എന്ന കാര്യം എന്ന വസ്തുത പ്രഖ്യാപിച്ചത് ഈ അർത്ഥത്തിലാണ് എന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. അതേപോലെ അള്ളാഹുവിനെ ബോധ്യപ്പെടുത്തി തരുവാൻ ഈ പ്രപഞ്ചത്തിലുള്ള അള്ളാഹുവിൻ്റെ ധാരാളക്കണക്കിനുള്ള ദൃഷ്ടാന്തങ്ങൾ തെളിവുകൾ അള്ളാഹു ഈ രംഗത്ത് അവതരിപ്പിച്ചതും വിശുദ്ധ ഖുർആനിൽ നമുക്ക് കാണാവുന്നതാണ്. കേവലം ഒരു മതത്തിന്റെ പ്രശ്നമല്ല ഇത്. ഈ ലോകത്ത് ജനിച്ചു വീഴുന്ന ഏതൊരു മനുഷ്യനും യഥാർത്ഥത്തിൽ കണ്ണു തുറന്ന് ഈ പ്രപഞ്ചത്തിലേക്ക് നോക്കുമ്പോൾ അവന്റെ മുമ്പിൽ ഉയർന്നു വരുന്ന ഒരു ചോദ്യമുണ്ട്. എന്താണ് ഈ കാണുന്നത്? എന്താണ് ഈ ലോകം? ഇതിന്റെ പിന്നിൽ എന്താണ് ഒളിഞ്ഞിരിക്കുന്ന രഹസ്യം എന്ന് ചിന്തിക്കുവാൻ
ഏതൊരു ബുദ്ധിയുള്ള മനുഷ്യനും ബാധ്യസ്ഥനാണ്, നിർബന്ധിതനാണ്. അതിനാൽ മനുഷ്യനാണ് എന്ന അർത്ഥത്തിൽ തന്നെ ഈ പറഞ്ഞ യാഥാർത്ഥ്യം കണ്ടെത്തുവാനും ആ യാഥാർത്ഥ്യത്തിന് വിധേയമാകുവാനും ബാധ്യസ്ഥനാണ് എന്നതുകൂടി ഈ സന്ദർഭത്തിൽ നമ്മൾ ഓർത്തിരിക്കേണ്ടതുണ്ട്. ചുരുക്കത്തിൽ ഈ പറഞ്ഞ ബോധ്യത്തോടുകൂടി അള്ളാഹുവിനെ അംഗീകരിക്കുക, ആ അള്ളാഹുവിൽ നിന്ന് അള്ളാഹുവിനെ ഞാൻ എങ്ങനെയാണ് അംഗീകരിക്കേണ്ടത് എന്നതിനുള്ള മാർഗം എനിക്ക് വ്യക്തിപരമായി ലഭിക്കുകയില്ല എന്നും അതിനുള്ള മാർഗം അള്ളാഹു നമ്മിൽ നിന്ന് മനുഷ്യരിൽ നിന്ന് തെരഞ്ഞെടുത്ത ചില പ്രത്യേക വ്യക്തിത്വങ്ങളിലൂടെ അഥവാ നബി, റസൂല് എന്നൊക്കെ പറയപ്പെടുന്ന വ്യക്തിത്വങ്ങളിലൂടെയാണ് ലഭിക്കുക എന്ന് മനസ്സിലാക്കുകയും ആ വ്യക്തിത്വങ്ങളിലൂടെ അള്ളാഹു നൽകുന്ന നിയമങ്ങളെയും നിർദ്ദേശങ്ങളെയും നേരത്തെ പറഞ്ഞതുപോലെ 100% നിഷ്കളങ്കമായി ഒരു വിധത്തിലുള്ള ചാഞ്ചല്യവുമില്ലാതെ ഒരു വിധത്തിലുള്ള വൈമനസ്യവുമില്ലാതെ സ്വീകരിക്കുക. അത് മനസ്സിൽ പൂർണ്ണമായ ബോധ്യത്തോടു കൂടി ആത്മാവിൽ നിറഞ്ഞു നിൽക്കുന്ന, മറ്റൊന്നിനും അങ്ങോട്ട് പ്രവേശനം സാധ്യമല്ലാത്ത വിധത്തിൽ നിറഞ്ഞു നിൽക്കുന്ന അവസ്ഥയിൽ ആത്മീയമായും മാനസികമായും ഉൾക്കൊള്ളുകയും അതേ സ്വഭാവത്തിൽ പ്രഖ്യാപിക്കുകയും അതിനനുസരിച്ച് ജീവിച്ചുകൊണ്ട് മുമ്പോട്ട് പോവുകയും ചെയ്യുക. അവിടെയാണ് ഈമാൻ എന്ന യാഥാർത്ഥ്യം സാക്ഷാത്കരിക്കപ്പെടുക എന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. ഈ ആശയത്തിലാണ് വിശുദ്ധ ഖുർആൻ ഒരുപാട് സ്ഥലത്ത് ഈമാനെ വിശേഷിപ്പിച്ചിട്ടുള്ളത് എന്നത് നമുക്ക് കാണാവുന്നതാണ്. ചില ഉദാഹരണങ്ങൾ മാത്രം. ഫലാ വറബ്ബിക ലാ യുഅ്മിനൂന ഹത്താ യുഹക്കിമൂക ഫീമാ ശജറ ബൈനഹും സുമ്മ ലാ യജിദൂ ഫീ അൻഫുസിഹിം ഹറജൻ മിമ്മാ ഖളൈത വയുസല്ലിമു തസ്ലീമാ. സൂറത്തുൻ നിസാ 65-ാമത്തെ ആയത്തിൽ അല്ലാഹു പറയുന്നു, നിന്റെ നാഥനെ തന്നെയാണ് സത്യം, അവർ ഈമാൻ കൈക്കൊണ്ടവരാവുകയില്ല, മുഅ്മിനുകളാവുന്ന പ്രശ്നമില്ല. താങ്കൾ അവരുടെ ജീവിത പ്രശ്നങ്ങളിൽ ഉത്ഭവിക്കുന്ന വിഷയങ്ങളിൽ എങ്ങനെ ആ വിഷയം കൈകാര്യം ചെയ്യണം, എങ്ങനെ ആ പ്രശ്നം കൈകാര്യം ചെയ്യണം, അതെങ്ങനെയാണ് പ്രവർത്തിക്കേണ്ടത്, എങ്ങനെയാണ് മുമ്പോട്ട് കൊണ്ടുപോകേണ്ടത് എന്ന കാര്യത്തിൽ താങ്കൾ എൻ്റെ നിർദ്ദേശമനുസരിച്ച് അവർക്ക് നൽകുന്ന ആ വിധി, ആ നിയമം അവർ പൂർണ്ണമായി പാലിക്കാത്ത കാലത്തോളം അവർ മുമ്പിനാവുകയില്ല. നിയമം പാലിച്ചാൽ പോരാ, അത് അംഗീകരിച്ചാൽ പോരാ. സുമ്മലാ യജിദു ഫീ അൻഫുസിഹിം ഹർജൻ മിമ്മാ ഖളൈത, ആ പ്രശ്നത്തിൽ താങ്കൾ എടുത്ത വിധി തീർപ്പിന്റെ കാര്യത്തിൽ അവർക്കൊരു വിധത്തിലുള്ള മനക്ലേശവും മനച്ചൊറിച്ചിലും ഇല്ലാതെ 100% ശാന്തമായി ആത്മാർത്ഥമായി ഹൃദ്യമായി ആ കാര്യം അവർ അംഗീകരിക്കണം. പോരാ, വയുസല്ലിമു തസ്ലീമ, ആ നിയമത്തെ പൂർണ്ണ മനസ്സോടുകൂടി നിഷ്കളങ്കമായി അംഗീകരിക്കുവാനുള്ള സന്നദ്ധത അവർ തെളിയിക്കുകയും ചെയ്യാത്ത കാലത്തോളം അവർ വിശ്വാസികളാവുകയില്ല, മുഅ്മിനാവുകയില്ല എന്ന് വിശുദ്ധ ഖുർആൻ പ്രഖ്യാപിച്ചിരിക്കുന്നു. അതേപോലെ ഖുർആൻ പറയുന്നു സത്യവിശ്വാസികൾ ആരാണ് എന്ന കാര്യം. ഇന്നമാ കാന ഖൗലൽ മുഅ്മിന ഇദാ ദുഉ ഇലല്ലാഹി വറസൂലിഹി ലിയഹ്കുമ ബൈനഹും അൻ യഖൂലു സമിഅനാ വഅതഅനാ വഉലൈക ഹുമുൽ മുഫ്ലിഹൂൻ. തീർച്ചയായും മുഅ്മിനുകൾ എന്ന് പറഞ്ഞാൽ ഇതാ ഇന്ന സ്വഭാവമുള്ള, ഇദാ ദുഉ ഇലല്ലാഹി വറസൂലിഹി ലിയഹ്കുമ ബൈനഹും, ജീവിതത്തിലെ നിയമമാവശ്യമുള്ള ഏതെങ്കിലും ഒരു പോയിന്റിൽ ആ കാര്യത്തിന്റെ നിയമം നൽകുവാൻ വേണ്ടി അള്ളാഹുലേക്കും റസൂലിലേക്കും വിളിക്കപ്പെട്ടാൽ അവരുടെ പ്രതികരണം അൻ യഖൂലു സമിഅനാ വഅതഅനാ, അതെ ആ ക്ഷണം ഞങ്ങൾ കേട്ടിരിക്കുന്നു, എന്താണോ ആ ക്ഷണം നടത്തിക്കൊണ്ട് ഞങ്ങൾക്ക് നൽകുന്ന നിർദ്ദേശമെങ്കിൽ ആ നിർദ്ദേശം 100% ആത്മാർത്ഥമായി നിഷ്കളങ്കമായി പൂർണ്ണമായ മനസ്സാന്നിധ്യത്തോടുകൂടി ഉൾക്കൊള്ളുവാനും എന്ത് വില കൊടുത്തും അത് നടപ്പാക്കുവാനും ഞങ്ങൾ സന്നദ്ധരാണ് എന്ന് പ്രഖ്യാപിച്ചു കൊണ്ട് മുമ്പോട്ട് പോകുന്നവരാണ്. വൗലായിക ഹുമുൽ മുഫ്ലിഹൂൻ, അവരാണ് യഥാർത്ഥത്തിൽ വിജയം വരിക്കുന്നവർ എന്ന് വിശുദ്ധ ഖുർആൻ ഓർമ്മിപ്പിക്കുന്നു. ഇനിയും ഇതേപോലുള്ള ശൈലി ഖുർആനിൽ കാണാം. വമാ കാന ലിമുഅ്മിനിൻ വലാ മുഅ്മിനത്തിൻ ഇദാ ഖലല്ലാഹു വറസൂലുഹു അംറൻ അൻ യകൂന ലഹുമുൽ ഖിയറത്തു മിൻ അംരിഹിം. വിശ്വാസം അംഗീകരിച്ച സ്ത്രീക്കും പുരുഷനും യോജിച്ച ഏർപ്പാടല്ല. അല്ലാഹും റസൂലും ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ ഒരു തീരുമാനമെടുത്താൽ പിന്നീട് ആ തീരുമാനം 100% സന്തോഷത്തോടെ സമാധാനത്തോടെ നിഷ്കളങ്കമായി അംഗീകരിക്കുന്നതിന് പകരം എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉന്നയിച്ച് സംശയങ്ങൾ ഉന്നയിച്ച് അല്ലെങ്കിൽ ഏതെങ്കിലും വിധത്തിലുള്ള മറ്റ് അലോസരങ്ങൾ ഉണ്ടാക്കിക്കൊണ്ട് അതിൽ നിന്നും പിന്മാറുവാൻ വേണ്ടി തങ്ങളുടെ സ്വാതന്ത്ര്യം എന്ന് പറയുന്ന ഒരു കാര്യം ഉപയോഗപ്പെടുത്തുവാനുള്ള മാനസികമായ അവസ്ഥയോ അങ്ങനെയുള്ള പെരുമാറ്റമോ അങ്ങനെയുള്ള രീതിയോ യഥാർത്ഥത്തിൽ വിശ്വാസം അംഗീകരിച്ച് സ്ത്രീക്കും പുരുഷനും ചേർന്നതല്ല എന്ന് സൂറത്തുൽ അഹ്സാബ് 36-ാമത്തെ ആയത്തിലും അള്ളാഹു വിശദീകരിച്ചിരിക്കുന്നു. ചുരുക്കത്തിൽ ഈ പറഞ്ഞ അർത്ഥത്തിലും സ്വഭാവത്തിലുമുള്ള ഒരു സമീപനമാണ്, ഒരു നിലപാടാണ് ഈമാൻ എന്നതുകൊണ്ട്
ഖുർആൻ അർത്ഥമാക്കുന്നത് എന്ന് നമ്മൾ പ്രത്യേകമായി മനസ്സിലാക്കിയിരിക്കേണ്ടതുണ്ട്. അതിന് നേർക്ക് നേരെയുള്ള സാക്ഷ്യമാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തൻ്റെ മക്ക ജീവിതത്തിൽ തൻ്റെ പിതൃവ്യന്റെ സംരക്ഷണത്തിൽ കഴിഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു ഘട്ടത്തിൽ പിതൃവ്യന്റെ സംരക്ഷണം തനിക്ക് നഷ്ടപ്പെടുമോ എന്ന് തോന്നിയ ഒരു പ്രത്യേക ഘട്ടത്തിൽ അതൊക്കെ തൃണവൽക്കരിച്ചുകൊണ്ട് അതൊക്കെ അവഗണിച്ചുകൊണ്ട് അള്ളാഹുവിന് 100% നേരത്തെ പറഞ്ഞ അർത്ഥത്തിനും സ്വഭാവത്തിനും ജീവിക്കുവാൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം സന്നദ്ധമായ അവസ്ഥ, അതാണ് യഥാർത്ഥ ഈമാൻ എന്ന് പറയുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ചരിത്രത്തിൽ വളരെ പ്രകടമായി നമുക്ക് കാണാൻ കഴിയുന്ന സംഗതിയാണത്. അബൂ താലിബിനെ സമീപിച്ചുകൊണ്ട് ഖുറൈശി മുഖ്യന്മാർ ഇതാ അബൂ താലിബിനുള്ളവർ പറഞ്ഞു, താങ്കളുടെ സഹോദരപുത്രൻ ഞങ്ങൾക്ക് ശല്യമായിരിക്കുന്നു, ഞങ്ങളുടെ ദൈവങ്ങളെ ആക്ഷേപിച്ചുകൊണ്ടിരിക്കുന്നു, ഞങ്ങളുടെ പൂർവികന്മാർ തള്ളിക്കളഞ്ഞിരിക്കുന്നു, ഞങ്ങളുടെ മതങ്ങളെയും ആചാരങ്ങളെയും വിശ്വാസങ്ങളുടെയും ഞങ്ങളുടെ എല്ലാ കാര്യങ്ങളെയും അദ്ദേഹം നിരാകരിച്ചിരിക്കുന്നു, വിമർശിച്ചുകൊണ്ടിരിക്കുന്നു. ഇനി അദ്ദേഹം ഈ സ്വഭാവത്തിൽ മുമ്പോട്ട് പോവുകയാണെങ്കിൽ ഞങ്ങൾ ഒരിക്കലും അത് അനുവദിച്ചിരുന്ന പ്രശ്നമില്ല. അതുമായി മുമ്പോട്ട് പോകുവാൻ താങ്കൾ അദ്ദേഹത്തിന് പിൻബലം നൽകുന്നത് കൊണ്ടാണ് അദ്ദേഹത്തിന് ധൈര്യമുണ്ടാകുന്നത്. അതുകൊണ്ട് ഇനിമേലിൽ പിൻബലം നൽകാൻ പാടില്ല. അഥവാ പിൻബലം നൽകിയാൽ താങ്കളെ അടക്കം ഞങ്ങൾ കൈകാര്യം ചെയ്യും എന്ന് ഭീഷണിപ്പെടുത്തിയ സന്ദർഭത്തിൽ അബൂ താലിബ് തൻ്റെ സഹോദരപുത്രൻ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വിളിച്ചുകൊണ്ട് പറഞ്ഞു, മോനെ, ഇതാ ഈ വയസ്സുകാലത്ത് എനിക്ക് താങ്ങാൻ സാധ്യമല്ലാത്ത ഒരു ഭാരം എന്നെ കൊണ്ട് നീ ഏൽപ്പിക്കരുത്, എന്നെ കൊണ്ട് എടുപ്പിക്കരുത്, എന്നെ പ്രയാസപ്പെടുത്തരുത്, അതുകൊണ്ട് തൽക്കാലം നിശബ്ദത പാലിക്കണം എന്ന് അദ്ദേഹത്തോട് പറഞ്ഞപ്പോൾ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിന്റെ സന്നിധിയിൽ നിന്ന് അല്പം മാറി നിന്നുകൊണ്ട് പ്രഖ്യാപിച്ചു, വല്ലാഹി ലൗ വലഉ ശംസ ഫീ യമീനി വൽ ഖമറ ഫീ ശിമാലി അലാ അൻ അദാ ഹാദല്ലദീ ജിഅ്തു ബിഹി മാ തറക്തുഹു. അല്ലാഹുവിനെ തന്നെയാണ് സത്യം, ഞാൻ കൊണ്ടുവന്ന ഈ സന്ദേശം ഉപേക്ഷിക്കുവാൻ വേണ്ടി അതാ അവർക്ക് അസാധ്യമായ, എല്ലാവർക്കും അസാധ്യമായ ഒരു കാര്യം സൂര്യനെ പിടിച്ച് എൻ്റെ വലത് കൈയിലും ചന്ദ്രൻ പിടിച്ച് എൻ്റെ ഇടത് കൈയിലും വെച്ച് തന്നുകൊണ്ട് ഇതിന് പിന്മാറണമെന്ന് പറഞ്ഞാൽ പോലും ഞാൻ പിന്മാറുകയില്ല എന്ന് പ്രഖ്യാപിച്ച ആ പ്രഖ്യാപനം, ആ നിലപാട്, ആ അവസ്ഥയിലുള്ള മാനസികമായ അവസ്ഥ, ആ സ്വഭാവത്തിലുള്ള ജീവിതം, ഇതാണ് യഥാർത്ഥ ഈമാൻ എന്നത് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടതുണ്ട്. ആ അർത്ഥത്തിലും സ്വഭാവത്തിലും ഈമാൻ ഉൾക്കൊള്ളുവാനും നമ്മൾ സന്നദ്ധരാവേണ്ടതുണ്ട്. അങ്ങനെയുള്ള ഈമാൻ ഉൾക്കൊണ്ടാൽ ആ ഈമാൻ തീർച്ചയായും ഈ ലോകത്ത് തനിക്കും തൻ്റെ കുടുംബത്തിനും തൻ്റെ സമൂഹത്തിനും രാഷ്ട്രത്തിനും ലോകത്തിനും എല്ലാ തലത്തിലുമുള്ള ഗുണങ്ങൾ മാത്രം നൽകുന്നതായിരിക്കും എന്നും വിശുദ്ധ ഖുർആൻ പ്രഖ്യാപിച്ചതായിട്ട് കാണാൻ സാധിക്കും. സൂറ ഇബ്രാഹിമിൽ അള്ളാഹു പറഞ്ഞു, അലം തറ കൈഫ ദറബല്ലാഹു മസലൻ കലിമത്തൻ തയ്യിബ കശജറത്തിൻ തയ്യിബ അസ്ലുഹാ സാബിത്തും വഫർഉഹാ ഫിസ്സമാ തുതി ഉകുലഹാ കുല്ല ഹീനിൻ ബിഇദ്നി റബ്ബിഹാ വയദ്രിബുല്ലാഹുൽ അംസാല ലിന്നാസ് ലഅല്ലഹും യതദക്കറൂൻ. ചുരുക്കം ഇതാ ഈമാൻ എന്ന് പറയുന്ന ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന അടിസ്ഥാന ആദർശത്തിൽ നിന്ന് ആരംഭിക്കുന്ന ഈമാൻ എന്ന് പറയുന്നത് ഒരു നല്ല വൃക്ഷം പോലെയാണ്. ആ വൃക്ഷത്തിന്റെ പ്രത്യേകത അതുല്യമാണ്. ആ വൃക്ഷം അതിന്റെ വേരുകൾ ഭൂമിയുടെ ആഴങ്ങളിലേക്കാണ്ട് ഇറങ്ങിയിരിക്കുന്നു. അതിന്റെ ശാഖകൾ അന്തരീക്ഷത്തിൽ ഒന്നായി പടർന്ന് പന്തരിച്ചിരിക്കുന്നു. കാലത്തിന്റെ പ്രതികൂലമോ അനുകൂലമോ എന്നുള്ള യാതൊരു വ്യത്യാസവുമില്ലാതെ എല്ലാ സന്ദർഭത്തിലും എല്ലാ ആവശ്യത്തിനും വേണ്ടുന്ന സകലമാന ഫലങ്ങളും ആ വൃക്ഷം നൽകിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നു. ഇങ്ങനെയുള്ള ഒരു വൃക്ഷം പോലെയാണ് യഥാർത്ഥ ഈമാൻ എന്നും ഈമാന്റെ ഫലമെന്നും വിശുദ്ധ ഖുർആൻ പ്രഖ്യാപിച്ചിരിക്കുന്നു. ആ അർത്ഥത്തിലും സ്വഭാവത്തിലും ഈമാൻ ഉൾക്കൊള്ളുവാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട് എന്നുകൂടി ഈ സന്ദർഭത്തിൽ ഓർമ്മിക്കുകയാണ്. മൂന്നാമതായി നമ്മുടെ ശ്രദ്ധയിലുണ്ടായിരിക്കേണ്ട കാര്യമാണ് തഖ്വ എന്ന് പറയുന്നത്. അറബി ഭാഷയിലെ വിഖായത്ത് എന്ന വാക്കിൽ നിന്ന് മാറി വരുന്ന ഒരു വാക്കാണ് തഖ്വ എന്ന് പറയുന്നത്. വിഖായത്ത് എന്ന് പറഞ്ഞാൽ ഹിഫ്ളു ശൈഇ മിമ്മാ യുഅ്ദീഹി വയദുർറുഹു എന്നാണ്. ഒരു വസ്തുവിനെ അതിന് ഉപദ്രവകരമാകുന്ന, അതിന് ശല്യമാകുന്ന, ബുദ്ധിമുട്ടാവുന്ന കാര്യത്തിൽ നിന്ന് സംരക്ഷിക്കുക എന്നാണ് ആ വാക്കിൻ്റെ അർത്ഥം. തഖ്വ എന്ന വാക്കിന് ഇതേപോലെ ജഅലുൻ നഫ്സി ഫി വിഖായത്തി മിമ്മാ യഖാഫു എന്നാണ് അറബി ഭാഷയിൽ അർത്ഥം നൽകപ്പെടാറുള്ളത്. അതായത് മനുഷ്യൻ തനിക്ക് ഭയപ്പെടേണ്ടി വരുന്ന, തനിക്ക് പ്രയാസകരമായി തീരുന്ന, തനിക്ക് ഉപദ്രവമായി തീരുന്ന സകലമാന കാര്യങ്ങളിൽ നിന്നും രക്ഷിക്കുക, സുരക്ഷിതമാക്കുക എന്നാണ് അതിൻ്റെ ഭാഷാപരമായ അർത്ഥം. ഈ വാക്കിന് ചിലപ്പോൾ ഭയഭക്തി
എന്ന അർത്ഥവും നൽകപ്പെടാറുണ്ട് ഭാഷയിൽ തന്നെ. എന്നാൽ ഇസ്ലാമിക ശരീഅത്തിന്റെ വിവരണമനുസരിച്ച്, നിർവചനമനുസരിച്ച് തഖ്വ എന്ന് പറയുമ്പോൾ ഹിഫ്ളുൻ നഫ്സി മിമ്മ യുസിം, മനുഷ്യന് അള്ളാഹുവിൻ്റെ ശിക്ഷ ബാധകമാകുന്നതിന് ഏതുവാകുന്ന സകലമാന കാര്യങ്ങളിൽ നിന്നും തൻ്റെ നഫ്സിനെ, തൻ്റെ സ്വന്തത്തെ രക്ഷപ്പെടുത്തുക, മോചിപ്പിക്കുക, സംരക്ഷിക്കുക എന്നാണ് തഖ്വ എന്ന് പറയുമ്പോൾ ശരീഅത്ത് നൽകുന്ന വിവക്ഷ, അതിൻ്റെ താല്പര്യം എന്നതും നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടതുണ്ട്. അള്ളാഹുവിൻ്റെ ശിക്ഷ തന്നെ ബാധിക്കുന്നത് നിന്ന് എങ്ങനെ മോചിതമാകാൻ സാധിക്കും എന്ന ആ ചോദ്യത്തിനുള്ള ഉത്തരമായാണ് പണ്ഡിതന്മാർ പറയാറുള്ളത്. തഖ്വക്ക് അർത്ഥം പറയുമ്പോൾ ബിംതിസാലി അവാമിരില്ല വജിത്തിനാബു നവാഹിഹി, അള്ളാഹുവിൻ്റെ കൽപ്പനാ നിർദ്ദേശങ്ങൾ പാലിക്കുക, അള്ളാഹുവിൻ്റെ നിരോധങ്ങൾ വർജിക്കുക. അതിലൂടെയാണ് അള്ളാഹുവിൻ്റെ ശിക്ഷക്ക്, അള്ളാഹുവിൻ്റെ കോപത്തിന്, അള്ളാഹുവിൻ്റെ ശാപത്തിന് വിധേയമാകുന്ന അവസ്ഥയിൽ നിന്ന് മനുഷ്യൻ മോചിതനാകുന്നത്. ഈ അവസ്ഥക്കാണ് തഖ്വ എന്ന് ശരീഅത്തിന്റെ ഭാഷയിൽ പറയുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടതുണ്ട്. ഇതേ ആശയം വെച്ചുകൊണ്ടാണ് വിശുദ്ധ ഖുർആൻ പറഞ്ഞത്, ഫമനിത്തഖ വഅസ്ലഹ ഫലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ. ആരെങ്കിലും തഖ്വ ഉൾക്കൊള്ളുകയും തൻ്റെ ജീവിതം സംസ്കരിക്കുകയും ചെയ്താൽ അത്തരം ആളുകളെ സംബന്ധിച്ചിടത്തോളം ഒന്നും ഭയപ്പെടാനില്ല, അവർ യാതൊന്നും ദുഃഖിക്കേണ്ടി വരികയുമില്ല എന്ന് വിശുദ്ധ ഖുർആൻ പറഞ്ഞു. അതേപോലെ ഇതേ തഖ്വ ഉൾക്കൊള്ളുന്ന ആളുകളുടെ കൂടെയാണ് അള്ളാഹു ഉണ്ടാവുക. ഇന്നല്ലാഹ മഅല്ലദീന തഖൗ വല്ലദീന ഹും മുഹ്സിനൂൻ, അള്ളാഹു തഖ്വ ഉള്ളവരുടെ കൂടെയാണ് ഉണ്ടാവുക. അതേപോലെ ഏറ്റവും നല്ല സുഹൃതം പ്രവർത്തിക്കുന്നവരുടെ കൂടെയാണ് ഉണ്ടാവുക. വസീഖല്ലദീന തഖൗ റബ്ബഹും ഇലൽ ജന്നത്തി സുമറ, അള്ളാഹുവിനോട് തഖ്വയോട് കൂടി പെരുമാറുന്ന, തഖ്വ സ്വീകരിക്കുന്ന ആളുകളെ അവിടെ റബ്ബ് സ്വർഗത്തിലേക്ക് കൂട്ടം കൂട്ടമായി നയിക്കും എന്ന കാര്യവും വിശുദ്ധ ഖുർആൻ പറഞ്ഞത് നമ്മൾ ഓർക്കേണ്ടതുണ്ട്. ഈ അർത്ഥത്തിൽ നേരത്തെ പറഞ്ഞ ഇസ്ലാം, ഈമാൻ എന്നതൊക്കെ പോലെ തന്നെ തഖ്വ എന്നതും മനുഷ്യൻ തൻ്റെ ജീവിതത്തിലുടനീളം ഈ ഏത് കാര്യമായിരുന്നാലും, ഏത് പ്രശ്നമായിരുന്നാലും, എന്ത് വിഷയമായിരുന്നാലും അവിടെയെല്ലാം എന്താണ് അള്ളാഹു തനിക്ക് നൽകുന്ന നിർദ്ദേശം, അള്ളാഹു തനിക്ക് നൽകുന്ന കൽപ്പന, എന്തൊക്കെ കാര്യമാണ് അള്ളാഹു തന്നോട് അരുത് എന്ന് പറഞ്ഞത്, ഇത് വ്യക്തമായി മനസ്സിലാക്കിക്കൊണ്ട് ആ സ്വഭാവത്തിലും രീതിയിലും ജീവിച്ച് മുമ്പോട്ട് പോവുക എന്നതാണ് യഥാർത്ഥത്തിൽ തഖ്വ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, അർത്ഥമാക്കുന്നത് എന്നതും നമ്മളിവിടെ ഓർത്തിരിക്കേണ്ടതുണ്ട്. അതേപോലെ തന്നെ വിശുദ്ധ ഖുർആൻ നമ്മൾ ഓർമ്മിപ്പിക്കുന്നത് സന്മാർഗത്തിലൂടെയാണ് തഖ്വ നേടാൻ സാധിക്കുക എന്ന കാര്യമാണ്. വിശുദ്ധ ഖുർആൻ അതിന്റെ തുടക്കത്തിൽ തന്നെ സൂറത്തുൽ ബഖറയുടെ 2-ാമത്തെ ആയത്തിൽ ആ കാര്യം വ്യക്തമാക്കിയതായിട്ട് കാണാൻ സാധിക്കും. ദാലിക്കൽ കിതാബു ലാ റൈബ ഫീഹി ഹുദൽ ലിൽ മുത്തഖീൻ എന്ന് വിശുദ്ധ ഖുർആൻ പറഞ്ഞെടുത്ത്, മുത്തഖി ആകുന്ന മനുഷ്യന്റെ പ്രത്യേകത അവൻ സന്മാർഗിയാവുക എന്നതാണ്. അങ്ങനെ അള്ളാഹുവിൻ്റെ ഹിദായത്തിൽ, അള്ളാഹുവിൻ്റെ സന്മാർഗത്തിൽ ഓരോ ഘട്ടത്തിലും കൂടുതൽ കൂടുതൽ മുമ്പോട്ട് പോകുന്ന അവസ്ഥ തഖ്വയുള്ള മനുഷ്യനിൽ ഉണ്ടാവണം. തഖ്വയുടെ സ്വാഭാവികമായ ഫലം, അതിൻ്റെ യഥാർത്ഥ ഉദ്ദേശം തന്നെ ഹിദായത്തിൽ വർധനമുണ്ടാവുക, സന്മാർഗം വർദ്ധിച്ച് മുന്നോട്ട് നീങ്ങാൻ സാധ്യമാവുക. ഇന്നുള്ളതല്ല നാളെ, നാളുള്ളതല്ല മറ്റന്നാൾ, അങ്ങനെ ഓരോ ഘട്ടം പിന്തുടരുമ്പോഴും ഹിദായത്തിൻ്റെ, സന്മാർഗത്തിൻ്റെ മേഖലയിൽ മുന്നേറ്റം നടക്കുക എന്നതാണ് തഖ്വയിലൂടെ ഉണ്ടാവേണ്ടത് എന്ന് വിശുദ്ധ ഖുർആൻ ഓർമ്മിക്കുന്നു. വല്ലദീന ഇഹ്തദൗ സാദഹും ഹുദാ വആതാഹും തഖ്വാഹും എന്ന് വിശുദ്ധ ഖുർആൻ പറയുന്നു. അള്ളാഹുവിൻ്റെ മാർഗദർശനം അംഗീകരിച്ച ആളുകൾക്ക് അള്ളാഹു സന്മാർഗം വർദ്ധിപ്പിച്ചു കൊടുക്കും, അവിടെ തഖ്വ അള്ളാഹു അവർക്ക് നൽകും എന്ന് സൂറത്ത് മുഹമ്മദ് 17-ാമത്തെ ആയത്തിൽ അള്ളാഹു വിശദീകരിച്ച താല്പര്യം ഇതാണ് എന്ന് മനസ്സിലാക്കിയിരിക്കേണ്ടതുണ്ട്. അതേപോലെ മൊത്തം ഇബാദത്ത് തന്നെ തഖ്വ എന്ന ലക്ഷ്യം നേടാനുള്ളതാണ് എന്നും വിശുദ്ധ ഖുർആൻ സൂറത്തുൽ ബഖറ 21-ാമത്തെ ആയത്തിൽ പറഞ്ഞതായി കാണാൻ സാധിക്കും. യാ അയ്യുഹന്നാസ് ഉബ്ദു റബ്ബക്കുമുല്ലദീ ഖലഖക്കും വല്ലദീന മിൻ ഖബലിക്കും ലഅല്ലക്കും തത്തഖൂൻ, അല്ലയോ മനുഷ്യരെ, നിങ്ങളെയും നിങ്ങളുടെ മുൻഗാമികളെയും സൃഷ്ടിച്ച റബ്ബിന് ഇബാദത്ത് ചെയ്യുക, വഴിപ്പെട്ട് ജീവിക്കുക, നിങ്ങൾ
തഖ്വയുള്ളവരായേക്കാം എന്ന് വിശുദ്ധ ഖുർആൻ പറഞ്ഞതിലൂടെ മൊത്തം ഇബാദത്തിന്റെ ഓരോ പോയിന്റും അത് ഒരു സുബ്ഹാനല്ലാഹ് എന്ന് പറയുന്നതായിരുന്നാലും ശരി, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുന്നതായിരുന്നാലും ശരി, ഒരു മനുഷ്യനെ സഹായിക്കുന്നതായിരുന്നാലും ശരി, ഒരു ജീവിയെ സംരക്ഷിക്കുന്നതായിരുന്നാലും ശരി, യുദ്ധം ചെയ്യുന്നതായിരുന്നാലും ശരി, നമസ്കാരമായിരുന്നാലും ശരി, നോമ്പായിരുന്നാലും ശരി, സക്കാത്തായിരുന്നാലും ശരി, അങ്ങനെ എന്തൊക്കെ ഇബാദത്തിന്റെ ഇനങ്ങളായി ഉണ്ടോ അള്ളാഹുവിൻ്റെയും പ്രവാചകന്റെയും നിയമവും നിർദ്ദേശവും അനുസരിച്ച് അള്ളാഹുവിന് പൂർണ്ണമായ സമർപ്പിതനായി ഒരു മനുഷ്യൻ ചെയ്യുന്ന, ഒരു വിശ്വാസി ചെയ്യുന്ന സകല കർമ്മങ്ങളും ഇബാദത്താണ്. അങ്ങനെ അവൻ്റെ മൊത്തം ജീവിതം തന്നെ ആ സ്വഭാവത്തിൽ അവൻ കൈകാര്യം ചെയ്യുന്നതിലൂടെ തഖ്വ നേടാൻ സാധിക്കും. തഖ്വ നേടുകയാണ് വേണ്ടത് എന്ന് വിശുദ്ധ ഖുർആൻ ഇവിടെ ഉറപ്പിക്കുന്നു. അതേപോലെ അത്തരം ആളുകൾക്കാണ് സ്വർഗം എന്ന കാര്യവും വിശുദ്ധ ഖുർആൻ ഉറപ്പിക്കുന്നു. വസാരിഉ ഇലാ മഗ്ഫിറത്തിൻ മിർ റബ്ബിക്കും വജന്ന അർളുഹസ് സമാവാതു വൽ അർള് ഉഇദ്ദത്തിൽ മുത്തഖീൻ. നിങ്ങൾ അള്ളാഹുവിൻ്റെ പാപമോചനത്തിലേക്കും അള്ളാഹുവിൻ്റെ സ്വർഗത്തിലേക്കും അതിധൃതിയിൽ മുന്നേറ്റം നടത്തുക. ആ സ്വർഗത്തിൻ്റെ വിശാലത ആകാശഭൂമികളുടെ വിശാലതയാണ്. മുത്തഖികൾക്ക് വേണ്ടി, തഖ്വയുള്ളവർക്ക് വേണ്ടിയാണ് അതൊരുക്കി വെച്ചിരിക്കുന്നത് എന്ന് ആൽ ഇംറാൻ 133 ആയത്തിൽ വിശുദ്ധ ഖുർആൻ വിവരിച്ചതായിട്ട് കാണാൻ സാധിക്കും. അതേപോലെ തന്നെ പൂർണ്ണമായ എല്ലാ അർത്ഥത്തിലും തികഞ്ഞ തഖ്വ ഉൾക്കൊള്ളണം എന്നും വിശുദ്ധ ഖുർആൻ വിശ്വാസികളെ വിളിച്ചുകൊണ്ട് പറയുന്നു. യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ ഹഖ്ക തുഖാതിഹി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. സത്യവിശ്വാസികളെ, നിങ്ങൾ യഥാർത്ഥ തഖ്വ ഉള്ളവരായി അള്ളാഹുവിനോട് തഖ്വ പുലർത്തുക. നിങ്ങൾ മുസ്ലിങ്ങളായല്ലാതെ മരിച്ചു പോകരുത്. ആൽ ഇംറാൻ 102 ആയത്തിൽ വിശുദ്ധ ഖുർആൻ വിവരിച്ചു. ഈ ആയത്ത് വിശദീകരിച്ചുകൊണ്ട് മഹാനായ അബ്ദുല്ലാഹിബ്നു മസ്ഊദും അതേപോലെ മഹാനായ അബ്ദുല്ലാഹിബ്നു അബ്ബാസും ഒക്കെ നൽകിയിരിക്കുന്ന വളരെ വിശദമായ തഫ്സീർ ഗ്രന്ഥങ്ങളിൽ കാണാൻ സാധിക്കും. ഹഖ്ക തുഖാതിഹി, തഖ്വയുടെ പൂർണ്ണമായ സ്വഭാവത്തിലുള്ള അതിൻ്റെ സാക്ഷാൽ അർത്ഥത്തിലുള്ള തഖ്വ എന്ന് പറഞ്ഞാൽ അതിന് അബ്ദുല്ലാഹിബ്നു മസ്ഊദ് നൽകുന്ന വിവരണം അൻ യുതാഅ വലാ യുഅ്സ, അള്ളാഹു അനുസരിക്കപ്പെടണം, അള്ളാഹുവിനോട് ധിക്കാരം എന്നത് ഒരിക്കലും കാണിക്കാൻ പാടില്ല. വഅൻ യുദ്കറ, അള്ളാഹുവിനെ സ്മരിക്കപ്പെടണം, വലാ യുൻസ, ഒരിക്കലും അള്ളാഹു വിസ്മൃതിയിലേക്ക് പോവാൻ പാടില്ല. അള്ളാഹുവിനെ ഒരു മനുഷ്യൻ ഒരിക്കലും ഓർക്കാതിരിക്കുന്ന അവസ്ഥ, മറന്നു പോകുന്ന അവസ്ഥ ഉണ്ടാവാൻ പാടില്ല. വഅൻ യുഷ്കറ, അള്ളാഹുവിനോട് ഓരോ സന്ദർഭത്തിലും വിശ്വാസി നന്ദി രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കണം. വലാ യുക്ഫറ, നന്ദി കേട് ഓരോ അർത്ഥത്തിലും ഒരു സന്ദർഭത്തിലും ഉണ്ടാവാൻ പാടില്ല. അതാണ് യഥാർത്ഥ തഖ്വ എന്ന് അബ്ദുല്ലാഹിബ്നു മസ്ഊദ് വിവരിക്കുമ്പോൾ ഇബ്നു അബ്ബാസ് വിവരിക്കുന്നത് ഹുവ അല്ലാ യുഅ്സ തറഫത ഐൻ, ഒരു സെക്കൻഡ് നേരം പോലും അള്ളാഹുവിനെ ധിക്കരിക്കാതിരിക്കുക എന്നതാണ് തഖ്വ എന്ന് ഇബ്നു അബ്ബാസ് ഒരിക്കൽ വിശദീകരിച്ചു. മറ്റൊരിക്കൽ ഇബ്നു അബ്ബാസ് പറഞ്ഞു അൻ യുജാഹിദ ഫീ സബീലില്ലാഹി ഹഖ്ക ജിഹാദിഹി, അള്ളാഹു ഈ ലോകത്ത് അവൻ്റെ ആധിപത്യം, അവൻ്റെ മേധാവിത്വം സ്ഥാപിതമാവണം എന്നതാണ് യഥാർത്ഥത്തിൽ പ്രവാചകന്മാരുടെ നിയോഗിച്ചതിലൂടെയും അതേപോലെ തന്നെ ഇസ്ലാം എന്ന ജീവിത വ്യവസ്ഥ നൽകിയതിലൂടെയും ഗ്രന്ഥങ്ങൾ നൽകിയതിലൂടെയും ഒക്കെ ഉദ്ദേശിച്ചിരിക്കുന്നത് എന്നതുകൊണ്ട് ആ അള്ളാഹുവിൻ്റെ താല്പര്യം ഈ ലോകത്ത് അള്ളാഹുവിൻ്റെ മേധാവിത്വം, അള്ളാഹുവിൻ്റെ ആധിപത്യം, അള്ളാഹുവിൻ്റെ കൽപ്പനാ നിർദ്ദേശങ്ങളുടെ പൂർണ്ണമായ മേധാവിത്വം സ്ഥാപിച്ചെടുക്കുവാൻ വേണ്ടിയുള്ള എല്ലാ ത്യാഗ പരിശ്രമങ്ങളും നിർവഹിക്കുക എന്നതാണ് തഖ്വയിൽ ഒന്നാമത്തെ ഇനം എന്ന് ഇബ്നു അബ്ബാസ് വിശദീകരിക്കുന്നു. അതേപോലെ വലാ തഅഖുദുക്കും ഫില്ലാഹി ലൗമത ലായിം, അള്ളാഹുവിൻ്റെ കാര്യത്തിൽ, അള്ളാഹു ഏൽപ്പിച്ച അള്ളാഹുവിന് വേണ്ടി ചെയ്യുന്ന കാര്യത്തിൽ ഒരാക്ഷേപകന്റെയും ആക്ഷേപത്തെ കൂസാതിരിക്കുന്ന ഒരവസ്ഥ ഉണ്ടാവുക. അതാണ് തഖ്വയുടെ മറ്റൊരു വശം. വതഖൂമു ബിൽ ഖിസ്തി വലൗ അലാ അൻഫുസിക്കും വഅബ്നായിക്കും, നിങ്ങൾക്കും നിങ്ങളുടെ മക്കൾക്കും എതിരാണെങ്കിൽ പോലും നീതിക്ക് വേണ്ടി നിലകൊള്ളുക, നീതി സ്ഥാപിക്കുക. ഇതാണ് മൂന്നാമത്തെ വശം. ഈ മൂന്ന് വശവും ചേർന്നതാണ് തഖ്വ എന്നും ഇബ്നു അബ്ബാസ് വിശദീകരിച്ചതായിട്ട് കാണാൻ സാധിക്കും. ഒപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇങ്ങനെയുള്ള ഒരു തഖ്വ ജീവിതം ഒരാൾ അംഗീകരിക്കുന്നതെങ്കിൽ പരലോകത്തുള്ള സ്വർഗം മാത്രമല്ല അള്ളാഹു വാഗ്ദാനം ചെയ്തിട്ടുള്ളത്. അഹ്ലു കിതാബിനോട് അള്ളാഹു പറഞ്ഞതായി ഖുർആനിൽ കാണാൻ സാധിക്കും. അഹ്ലു കിതാബ് അവർക്ക് നൽകിയ വേദഗ്രന്ഥത്തിൽ നേരത്തെ പറഞ്ഞ അള്ളാഹുവിൻ്റെ നിയമവും വ്യവസ്ഥയും ജീവിത തങ്ങളുടെയും സമൂഹത്തിൻ്റെയും ലോകത്തിൻ്റെയും ജീവിതത്തിൽ സ്ഥാപിക്കുക എന്ന ആ തലത്തിൽ അവർ ജീവിക്കുമെങ്കിൽ തീർച്ചയായും അവർ മുത്തഖികളാവും. അങ്ങനെ അവർ തഖ്വയുള്ളവരാണ് എങ്കിൽ അവർക്ക് ഉപരിലോകത്ത് നിന്നും ഭൂമിയിൽ നിന്നും ആവശ്യമായ സകലമാന വിഭവങ്ങളും അള്ളാഹു നൽകുമെന്നും
പരലോകത്ത് സ്വർഗം നൽകുമെന്നുമുള്ള കാര്യം അള്ളാഹു വിശദീകരിച്ചതായി കാണാൻ സാധിക്കും. അതേപോലെ നമ്മോടും വിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറയുന്നത് വമൻ യത്തഖില്ലാഹ യജ്അൽ ലഹു മഖറജ വയർസുഖുഹു മിൻ ഹൈസു ലാ യഹ്തസിബ്. ആരെങ്കിലും അള്ളാഹുവിനോട് തഖ്വ പൂർവ്വം പെരുമാറിയാൽ അത്തരം ആളുകൾക്ക് അവിടെ എല്ലാ പ്രശ്നങ്ങളിലുമുള്ള മോചനം, ആ പ്രശ്നങ്ങളിൽ രക്ഷപ്പെടുവാനുള്ള മാർഗം അള്ളാഹു ഉണ്ടാക്കി കൊടുക്കുമെന്നും അവർ ഊഹിക്കാത്ത, അവർ വിചാരിക്കാത്ത മാർഗത്തിലൂടെ അവർക്ക് വേണ്ടുന്ന സകലമായ വിഭവങ്ങളും അള്ളാഹു നൽകുമെന്നും വിശുദ്ധ ഖുർആൻ വിവരിച്ചതായി കാണാൻ സാധിക്കും. ഇങ്ങനെ ധാരാളം സ്ഥലത്ത് ഈ കാര്യം തന്നെ ഖുർആൻ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് എന്നതും നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടതാണ്. ചുരുക്കത്തിൽ ഈ അർത്ഥത്തിലും സ്വഭാവത്തിലുമുള്ള മുത്തഖിയായി ജീവിക്കുക എന്നതാണ് വിശുദ്ധ ഖുർആൻ നൽകുന്ന നിർദ്ദേശമെന്നതും നമ്മൾ ഓർത്തിരിക്കേണ്ടത്. നേരത്തെ പറഞ്ഞ ഇസ്ലാം, അതേപോലെ ഈമാൻ, തഖ്വ, ഇത് മൂന്നും ആദ്യമേ സൂചിപ്പിച്ചതുപോലെ ഒരു കയറിൻ്റെ 3 ഇതളുകൾ എന്ന പോലെ നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടതുണ്ട് എന്നുകൂടി ഈ സന്ദർഭത്തിൽ ഓർക്കുകയാണ്. അതേപോലെ തഖ്വയുള്ള ആളുകളുടെ പ്രത്യേകത, മനുഷ്യനായതുകൊണ്ട് നേരത്തെ പറഞ്ഞ അർത്ഥത്തിലൊക്കെ ജീവിക്കാൻ തീരുമാനിച്ചാലും ചില തകരാറുകൾ, ചില വൈകല്യങ്ങൾ, ചില വീഴ്ചകൾ മനുഷ്യൻ്റെ ദൗർബല്യം കാരണം സംഭവിക്കുവാനും സാധ്യതയുണ്ട്. അങ്ങനെ സംഭവിച്ചാൽ മുത്തഖിയാണോ തഖ്വയുണ്ടോ അത്തരം ആളുകളുടെ പ്രത്യേകതയായി ഖുർആൻ പറയുന്നത് ഇന്നല്ലദീന തഖൗ ഇദാ മസ്സഹും ത്വായിഫും മിനശ് ശൈത്വാനി തദക്കറു ഫഇദാ ഹും മുബ്സിറൂൻ എന്നാണ് സൂറത്തുൽ അഅറാഫ് 201 ആയത്തിൽ ഖുർആൻ വിശദീകരിച്ചിട്ടുള്ളത്. പൈശാചികമായ എന്തെങ്കിലും ഒരു ബാധ അഥവാ പിശാച് ഏതെങ്കിലും രംഗത്ത് നേരത്തെ പറഞ്ഞ ഇസ്ലാമിനും ഈമാനിനും തഖ്വക്കും വിരുദ്ധമായ വല്ലതും തങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാക്കാൻ ശ്രമിക്കുകയും അങ്ങനെ അതിൽ ആ മനുഷ്യൻ വീണുപോവുകയും ചെയ്താൽ തദക്കറും ഉടനെ തന്നെ അവർ ഉത്ഭുതരാകുന്നു, അവർ ബോധവാന്മാരാകുന്നു. തങ്ങൾക്ക് സംഭവിച്ച വീഴ്ചകൾ, തങ്ങൾക്ക് സംഭവിച്ച തകരാറുകൾ, പോരായ്മകൾ അവർ കണ്ടെത്തുകയും അത് തിരുത്താൻ വേണ്ടി ഫൈദാഹും മുബ്സിറൂൻ ഉൾക്കാഴ്ചയോടുകൂടി തങ്ങളുടെ റബ്ബിലേക്ക് തിരിച്ചു പോകുന്ന, അതിൽ ഇസ്തിഗ്ഫാർ നടത്തുന്ന, തൗബ ചെയ്യുന്ന സ്വഭാവവും രീതിയും അവർ നിരന്തരമായി തുടരുമെന്നും വിശുദ്ധ ഖുർആൻ വിശദീകരിച്ചതും ഇവിടെ പ്രത്യേകം നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടതാണ്. 4-മതായി ഇതേ വിഷയത്തിൻ്റെ തുടർച്ച എന്നൊക്കെ മനസ്സിലാക്കേണ്ട പോയിന്റാണ് ഇഹ്സാൻ എന്ന് പറയുന്നത്. അറബി ഭാഷയിലെ ഹുസൻ എന്നൊക്കെ പറയുന്ന ആ വാക്കിൽ നിന്ന് വരുന്ന ഒന്നാണ് ഇഹ്സാൻ എന്ന് പറയുന്നത്. യഥാർത്ഥത്തിൽ ഹസൻ എന്ന് അല്ലെങ്കിൽ ഹുസൻ എന്നൊക്കെ പറയുമ്പോൾ 3 വിധത്തിൽ അതിനെ ഭാഷാ പണ്ഡിതന്മാർ വിശദീകരിച്ചതായിട്ട് കാണാൻ സാധിക്കും. അതിലൊന്ന്, ബുദ്ധിപരമായി ഒരു കാര്യം നല്ലതായി ആകർഷകമായി തോന്നുക എന്നതാണ് അതിൻ്റെ ഒന്നാമത്തെ അർത്ഥം. രണ്ടാമതായി, മനുഷ്യൻ്റെ ആഗ്രഹം, അവൻ്റെ തേട്ടം, അവൻ്റെ ഇച്ഛ, അതിൻ്റെ മുമ്പിൽ തൻ്റെ ഇച്ഛക്ക് ഏറ്റവും ഇണങ്ങുന്നത്, യോജിക്കുന്നത്, ഏറ്റവും ആകർഷകമായത് എന്നാണ് രണ്ടാമത്തെ അർത്ഥം. മൂന്നാമതായി, സ്വന്തം അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഏറ്റവും നല്ലതായി രൂപാന്തരപ്പെട്ടത്. ഇങ്ങനെയുള്ള 3 അർത്ഥങ്ങൾ ഉൾക്കൊള്ളുന്ന വാക്കാണ് ഹുസൻ, ഹസൻ എന്നൊക്കെ പറയുമ്പോൾ എന്ന് നിഘണ്ടുക്കൾ വിശദീകരിക്കുന്നു. അതിൽ നിന്ന് വരുന്ന ഇഹ്സാൻ എന്ന് പറയുന്ന ആ വാക്കിനും 2 അർത്ഥതലങ്ങളുള്ളതായി തഫ്സീറുകളിലും അതേപോലെ ഭാഷാ നിഘണ്ടുകളിലും നമുക്ക് കാണാൻ സാധിക്കുന്നു. യുഖാലു അലാ വജ്ഹൈനി അഹദുഹുമാ അൽ ഇൻആമു അലൽ ഗൈർ. ഒരു മനുഷ്യന് മറ്റ് താനല്ലാത്ത മനുഷ്യരല്ലാത്തവരോ എന്തോ ആവട്ടെ, അതേപോലെ ഈ പ്രകൃതിയുമായിട്ട് ബന്ധപ്പെട്ട് പ്രകൃതിയോട് പെരുമാറുന്ന രൂപത്തിലും ഭാവത്തിലും പെരുമാറുമാവട്ടെ, അങ്ങനെ തൻ്റെ ഭാഗത്തു നിന്ന് താനല്ലാത്ത മറ്റുള്ളവർക്ക് എന്തെങ്കിലും ഒരു അനുഗ്രഹം ചെയ്യുന്നുവെങ്കിൽ അതിന് ഇഹ്സാൻ എന്ന് പറയും. അതേപോലെ തന്നെ ഒരു മനുഷ്യൻ നല്ല കാര്യം മനസ്സിലാക്കി നല്ലത് പ്രവർത്തിച്ച് മുമ്പോട്ട് പോകുന്നുവെങ്കിൽ അതിനെയും ഇഹ്സാൻ എന്ന് തന്നെയാണ് ഭാഷാപരമായി പറയുക. ഈ അർത്ഥത്തിൽ മഹാനായ ഇമാം അലി റളിയല്ലാഹു അൻഹു പറഞ്ഞ ഒരു വാക്യമുണ്ട്, അന്നാസു അബ്നാഉ മാ യുഹ്സിനൂൻ. ജനങ്ങൾ അവിടെ ഇഹ്സാനിൻ്റെ സന്തതികളാണ് എന്ന് ഇമാം അലി പറഞ്ഞതായിട്ട് കാണാൻ സാധിക്കും. അഥവാ അവർ ഏറ്റവും നല്ലത് പഠിക്കുകയും ആ പഠിച്ചതനുസരിച്ച് ഏറ്റവും നല്ലത് പ്രവർത്തിക്കുകയും ചെയ്യുന്നുവെങ്കിൽ ആ അർത്ഥത്തിൽ അവർ സ്മരിക്കപ്പെടും. ദുന്യാവിലും ആഖിറത്തിലും മനുഷ്യരുടെ മുമ്പിലും അള്ളാഹുവിൻ്റെ മുമ്പിലും ആ സ്വഭാവത്തിൽ അംഗീകരിക്കപ്പെടും എന്നാണ് ഇമാം അലി റളിയല്ലാഹു അൻഹു പറഞ്ഞിരിക്കുന്നത്. ഈ അർത്ഥത്തിൽ ഇഹ്സാൻ എന്ന വാക്കിനെ നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടതുണ്ട്. നല്ലത് എന്നല്ല, ഏറ്റവും നല്ലത്, ഏറ്റവും ഉദാരമായ അവസ്ഥ എന്ന് നമ്മൾ പ്രത്യേകം മനസ്സിലാക്കിയിരിക്കേണ്ടത്. ഈ അവസ്ഥയിൽ മുമ്പോട്ട് പോവുക എന്നതാണ് ഇഹ്സാൻ എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം.
ഇങ്ങനെ ഇഹ്സാൻ എന്ന വാക്ക് വിശുദ്ധ ഖുർആൻ ഒരുപാട് സ്ഥലത്ത് പ്രയോഗിച്ചതായിട്ട് കാണാനും സാധിക്കും. ഇഹ്സാൻ എന്നതിനെ മനസ്സിലാക്കാൻ മറ്റൊരാശയവും കൂടി നമ്മൾ ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. സാധാരണ നിലക്ക് നമ്മൾ പറയാറുണ്ട് നീതി എന്ന്. നീതി എന്ന് പറഞ്ഞാൽ എനിക്ക് എന്തൊക്കെയാണോ ബാധ്യത ഉള്ളതെങ്കിൽ ആ ബാധ്യത ആരോടാണോ നിർവഹിക്കേണ്ടത് അത് ഞാൻ നിർവഹിക്കുക. ആ ബാധ്യത നിർവഹിക്കുമ്പോൾ മറുഭാഗത്തു നിന്ന് എനിക്ക് അന്ന് അവകാശമാണ് ലഭിക്കേണ്ടത്, ആ അവകാശം എനിക്ക് ലഭിക്കുക. അങ്ങനെ എൻ്റെ ബാധ്യത ഞാൻ പൂർത്തീകരിക്കുകയും എൻ്റെ അവകാശം എനിക്ക് ലഭിക്കുകയും ചെയ്താൽ അതിനെയാണ് അതിൽ നീതി എന്ന് സാമാന്യമായി പറയുന്നത്. ഇഹ്സാൻ എന്ന് പറയുമ്പോൾ ഇതിനേക്കാൾ ഉപരിയായ, ഇതിനേക്കാൾ ഉയർന്ന ഒരു തലത്തിലേക്ക് പോകുന്നതാണ്. അതായത് എൻ്റെ ബാധ്യത പൂർണ്ണമായി ഞാൻ നിർവഹിച്ചു എന്ന് മാത്രമല്ല, എൻ്റെ ബാധ്യതക്ക് അപ്പുറമുള്ള കാര്യം ഞാൻ പ്രവർത്തിച്ചു. അതേ സന്ദർഭത്തിൽ അതിന് എനിക്ക് തിരിച്ചു കിട്ടേണ്ടുന്ന അവകാശം അതിന് പൂർണ്ണമായി ഞാൻ സ്വീകരിക്കുന്നില്ല, അത് പൂർണ്ണമായി വിടുകയോ അല്ലെങ്കിൽ അല്പം മാത്രം സ്വീകരിക്കുകയോ ചെയ്യുന്ന ഒരവസ്ഥ വരുമ്പോൾ അതിനെയാണ് ഇഹ്സാൻ എന്ന് പറയുന്നത്. അങ്ങനെ നീതിയുടെ മുകളിലുള്ള, നീതിയേക്കാൾ ഉന്നതമായ ഒരു മൂല്യമാണ് ഇഹ്സാൻ എന്നുകൂടി ഈ സന്ദർഭത്തിൽ നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടതുണ്ട്. ഈ അർത്ഥത്തിലാണ് വിശുദ്ധ ഖുർആൻ അത് ധാരാളമായി പ്രയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. ഇൻ അഹ്സൻതും അഹ്സൻതും ലിഅൻഫുസിക്കും, നിങ്ങൾ ഇഹ്സാനോടുകൂടി പെരുമാറുന്നെങ്കിൽ അത് നിങ്ങളുടെ നഫ്സിന് തന്നെ ലഭ്യമാകുന്നതാണ്. അഥവാ നിങ്ങൾ ഇഹ്സാൻ എന്ന് പറയുന്ന ഈ ഗുണം അഥവാ നീതിക്കും അപ്പുറമുള്ള അത്യുദാരമായ ഒരു സമീപനം, അത് നമസ്കാരത്തിന്റെ കാര്യത്തിലാവാം, അത് സക്കാത്തിന്റെ കാര്യത്തിലാവാം, നോമ്പിന്റെ കാര്യത്തിലാവാം, അന്യരോടുള്ള ബാധ്യത വഹിക്കുന്നതാവാം, കുടുംബവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളിലാവാം, അങ്ങനെ ഏതൊക്കെ കാര്യങ്ങളായിരുന്നാലും ശരി, അങ്ങനെ നിങ്ങൾ പെരുമാറുന്നെങ്കിൽ അതിൻ്റെ സ്വാഭാവികമായ ഇഹ്സാൻ അഥവാ നിങ്ങൾ പ്രതീക്ഷിക്കാത്ത, നിങ്ങൾ അർഹിക്കുന്നതിനേക്കാൾ എത്രയോ 10 മടങ്ങ് ഔദാര്യം അള്ളാഹുവിൻ്റെ ഭാഗത്തുനിന്ന് നിങ്ങൾക്ക് ലഭിക്കും എന്ന് വിശുദ്ധ ഖുർആൻ വിവരിക്കുന്നതായിട്ട് കാണാൻ സാധിക്കും. ഈ അർത്ഥത്തിലുള്ള ഒരുപാട് പ്രയോഗങ്ങൾ വിശുദ്ധ ഖുർആനിലുണ്ട്. അങ്ങനെ ജീവിക്കുന്ന ആളുകൾക്ക് അള്ളാഹുവിൻ്റെ മഹബ്ബത്ത്, അള്ളാഹുവിൻ്റെ സ്നേഹം നൽകുമെന്ന് ഖുർആൻ പറയുന്നു. ഇന്നല്ലാഹ യുഹിബ്ബുൽ മുഹ്സിനീൻ. അതേപോലെ അത്തരം ആളുകളുടെ കൂടെ അള്ളാഹു ഉണ്ടാകുമെന്നും അവർ അള്ളാഹുവിൻ്റെ മഅയ്യത്ത്, അള്ളാഹുവിനോടൊപ്പം എന്ന അവസ്ഥയിലാണ് ഉണ്ടാവുക എന്നും ഖുർആൻ പറയുന്നു. വഇന്നല്ലാഹ ലമഅൽ മുഹ്സിനീൻ എന്ന് പറഞ്ഞതായി കാണാൻ സാധിക്കും. അതേപോലെ തന്നെ ഈ ഇഹ്സാനോട് കൂടി ജീവിക്കുന്ന ആളുകൾക്ക് ദുനിയാവിൽ ഏറ്റവും നല്ല പ്രതിഫലം അല്ലാഹു നൽകും. ലില്ലദീന അഹ്സനു ഫി ഹാദിഹിൽ ഹയാത്തി ദുനിയ ഹസന എന്ന് വിശുദ്ധ ഖുർആൻ പറഞ്ഞതായിട്ട് കാണാൻ സാധിക്കും. അതേപോലെ അത്തരം ആളുകൾക്ക് സ്വർഗം മാത്രമല്ല, സ്വർഗത്തിന് അപ്പുറമുള്ള വർധനം അല്ലാഹു നൽകും എന്ന് വിശുദ്ധ ഖുർആൻ പറഞ്ഞിരിക്കുന്നു. ലില്ലദീന അഹ്സനു, ഇഹ്സാൻ അംഗീകരിച്ച ആളുകൾക്ക് അൽ ഹുസന, ഏറ്റവും മെച്ചപ്പെട്ടത്, ഏറ്റവും അത്യുന്നതമായ സ്ഥാനം അഥവാ സ്വർഗമുണ്ട്. വസിയാദ, സ്വർഗത്തിനേക്കാൾ ഉപരിയായ അഥവാ സാക്ഷാൽ ഖാലിഖായ, സാക്ഷാൽ മാലിക്കായ, സാക്ഷാൽ സൃഷ്ടാവും അധിപനുമായ അള്ളാഹുവിനെ മുഖാമുഖം കാണുന്ന, അള്ളാഹുവിൻ്റെ തിരുമുഖം കാണുന്ന മഹത്തായ ഔദാര്യം അള്ളാഹു അത്തരം ആളുകൾക്ക് നൽകുമെന്ന് സൂറത്ത് യൂനുസ് 26-ാമത്തെ ആയത്തിലും പറഞ്ഞതായി കാണാൻ സാധിക്കും. ഈ അർത്ഥത്തിലും സ്വഭാവത്തിലുമുള്ള ഇഹ്സാൻ സ്വീകരിച്ചുകൊണ്ട്, അത്യുദാരമായ നിലപാട് സ്വീകരിച്ചുകൊണ്ടാണ് നേരത്തെ പറഞ്ഞ മുസ്ലിം, മുഅ്മിൻ, മുത്തഖി നിലകൊള്ളുന്നത് എന്നും ചുരുക്കത്തിൽ നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടതുണ്ട്. അള്ളാഹു എന്നോട് നിർബന്ധമായി കൽപ്പിച്ച കൽപ്പന മാത്രം ഞാൻ പാലിക്കുകയും നിരോധിച്ച നിരോധങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കുകയും ചെയ്താൽ സ്വർഗത്തിൽ പോവാം, അള്ളാഹു അംഗീകരിക്കും എന്നൊക്കെ ശരിയാണെങ്കിലും ഒരു യഥാർത്ഥ വിശ്വാസി അവിടെയല്ല നിൽക്കേണ്ടത്. അതിനേക്കാൾ ഉപരിയായി സ്വർഗത്തിൻ്റെ അത്യുന്നതമായ മേഖലയിലേക്ക് ഉയർന്നു പോകുവാനും അങ്ങനെ അള്ളാഹുവിനെ മുഖാമുഖം കാണുന്ന അവസ്ഥയിലോളം ഉയർന്നു പോകുവാനുമുള്ള മാനസിക തയ്യാറെടുപ്പോടുകൂടി, ജീവിത വിശുദ്ധിയോടുകൂടി ജീവിക്കുവാൻ സന്നദ്ധരാവുക. അവിടെയാണ് ഇഹ്സാൻ ഉണ്ടാവുക. അത് തന്നെയാണ് മറ്റൊരു ശൈലിയിൽ മഹാനായ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഈമാനെ സംബന്ധിച്ച് ചോദിച്ച ചോദ്യത്തിൻ്റെ അവസാനത്തിൽ ഇഹ്സാനെ സംബന്ധിച്ച് പ്രവാചകൻ നൽകിയിരിക്കുന്ന മറുപടിയിൽ നിന്നും നമുക്ക് കണ്ടെത്താനും സാധിക്കുന്നത്. അഖ്ബിർനി അനിൽ ഇഹ്സാൻ, ഇഹ്സാൻ എന്താണ് എന്നെനിക്ക് പറഞ്ഞു തരണമെന്ന് ജിബ്രീൽ പറഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അൽ ഇഹ്സാനു അൻ തഅബുദല്ലാഹ കഅന്നക തറാഹു ഫഇൻ ലം തകുൻ തറാഹു ഫഇന്നഹു യറാക്. ഏത് സന്ദർഭത്തിലും അള്ളാഹു എന്ന എൻ്റെ ഉടമ, എൻ്റെ സൃഷ്ടാവ്
എൻ്റെ മുമ്പിലുണ്ട്. അവൻ പറഞ്ഞ ഓരോ കാര്യവും വളരെ ഭംഗിയായി വളരെ സ്തുത്യർഹമായി ഞാൻ ചെയ്യുന്നുണ്ടോ എന്നവൻ വീക്ഷിക്കുന്നുണ്ട് എന്ന ബോധ്യത്തോടു കൂടി ഞാൻ അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യുക, അള്ളാഹുവിൻ്റെ കൽപ്പനാ നിർദ്ദേശങ്ങൾ പാലിച്ചുകൊണ്ട് ജീവിക്കുക. അള്ളാഹുവിനെ ഞാൻ കാണുന്നില്ലെങ്കിൽ അള്ളാഹു എന്നെ കാണുന്നുണ്ട് എന്ന ബോധ്യത്തോടു കൂടി ജീവിക്കുക. ഇതാണ് ഇഹ്സാൻ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിച്ചതും ഈ പറഞ്ഞ അർത്ഥത്തിൽ തന്നെ നമ്മൾ കാണുന്നതാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളിലും അതിൻ്റെ ചൈതന്യം ഉൾക്കൊണ്ട് മുമ്പോട്ട് പോകുവാനുള്ള തൗഫീഖ് നൽകി നമ്മെ തുണക്കുമാറാവട്ടെ. റബ്ബന വലംന അൻഫുസനാ വഇല്ലം തഗ്ഫിർ ലനാ وترحمنا لنكون من الخاسرين. اللهم اعز الإسلام والمسلمين وأذل الشرك والمشركين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار.